അണ്ണാ എങ്ങനെയുണ്ട്? എനിക്ക് കേക്കുന്നില്ല. എനിക്ക് കേക്കാം. ഇവിടെ മാറി കിടക്കുവാ. വെയിറ്റ്. എടാ കിങ് ലോക്കി, നീ സ്ഥിരം സൂപ്പർ ചാറ്റ് ചെയ്യുന്നവനാ. നീ എന്നിട്ട് ഞാൻ ഈഗിളുടെ ഡിസ്കോഡിൽ കൊണ്ടിട്ട് ഫേമസ് ആക്കി തരാന്ന് പറഞ്ഞ് കൊട്ടേഷൻ ആയിട്ട് വന്നതാണല്ലേ നീ? പൈസ മേടിച്ചാണ്. ഈ കമ്മീഷനിലാണ് നീ സൂപ്പർ ചാറ്റ് ചെയ്യണം അല്ലേ? നൈസ്, കൊള്ളാം. ഇതുപോലത്തെ പമ്പരപ്പറയന്മാരെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ ഗെയിമിനകത്ത്? ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ പമ്പരപ്പറയൻ, പറന്നടി വീരൻ, മറ്റേ മലത്തിയടി ചന്ദ്രൻ, ഇതൊക്കെയാണ് ഓരോരുത്തന്മാരൊക്കെയാണ് വരുന്നത്. ഇതിപ്പോ ഞാനിപ്പോ ഗ്ലോബലിൽ ആക്രോസ് ഉണ്ട്. ഞാൻ ഗ്ലോബൽ കളിക്കണേ. ഞാനിപ്പോ ഗ്ലോബലൊക്കെ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കണേ. ഗ്ലോബൽ ഗ്രൈൻഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഓരോരുത്തന്മാരിങ്ങനെ വരും, ഓരോ സാമാനം ഇട്ടുകൊണ്ട്. ഭയങ്കര പ്രശ്നമാണ് ഇവന്മാർക്ക്. ഒരു ഗെയിം ഇങ്ങനെ കളിക്കുമ്പോൾ ഇവന്മാർക്ക് എന്ത് സുഖമൊക്കെ കിട്ടണമെന്ന് ഞാൻ ആലോചിക്കണേ. ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ഒരാളെ കൊല്ലുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷമൊക്കെ വരും. ഇതെന്തൊരു വേണ്ട. ലിജോ ചേട്ടൻ്റെ വണ്ടി Powerful people make places powerful. ഇതേതായിരുന്നു വണ്ടി? സിഡിയാണോ ഇത്? സിഡിയാണോ അതോ മിസ്തുബിഷി ആണല്ലേ? സൂപ്പർ. ലാൻസർ അല്ല ഗൈസ്, ഇത് സിഡിയത്. ലാൻസർ അല്ല എന്തായാലും. ഇത് ലിജോ ചേട്ടൻ തന്നെ ഇട്ടേക്കണേ. ലിജോ ചേട്ടാ ഇവിടെ ഉണ്ടാവല്ലേ? ലിജോ ചേട്ടാ, വെൽക്കം ടു സ്ട്രീം ലിജോ ചേട്ടാ. നമ്മുടെ BMW എല്ലാം നോക്കണത് ലിജോ ചേട്ടനാണ്. നമ്മള് കണ്ടതാ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. എടാ 10ാം ക്ലാസ്സിലൊന്നും പഠിച്ചവന്മാരോട്ട് എനിക്ക് യാതൊരു കോണ്ടാക്ട് പോലും ഇല്ല ഇപ്പൊ. എനിക്ക് സത്യം പറയാലോ, പ്ലസ് ടു പഠിച്ചവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളുമായിട്ടും വലിയ കോണ്ടാക്റ്റും അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വല്ലപ്പോഴും വല്ല ഹായ് ബായ് വല്ലതും പറഞ്ഞാലായി. സ്കിപ്പ് റീൽസ് എന്ന് പറയുമ്പോൾ ബ്രോ 2 വീഡിയോ കാണേണ്ടി വരും. അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ ഇതൊന്നും ഇവിടെ കൊണ്ടിടലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം റിയാക്ട് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോസ്. ഞാൻ മറ്റേ ക്ലീഷേ റീൽസ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ ഇവിടെ ചെയ്യും. ഗിരീഷ് പുത്തഞ്ചേരി. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു. എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും വേണ്ട? എൻ്റെ അമ്മോ. ഗിരീഷ് പുത്തഞ്ചേരി. അത് വേണ്ടി വരും. पकड़ के खींचे पीछे मुझको मिलते जब भी मौके इनके बदलते नकाब मुझे बदलने नसीब. കേട്ടതെല്ലാം സത്യമാണ്, കേൾക്കുന്നതോ സത്യമാണ്. കേരളം മുന്നിൽ കേരളമെന്ന ഭാഷയോടെ നിൽക്കുവാൻ. എടാ ഇപ്പൊ ആരാ പാട്ട് പാടിയേ? എടാ എന്താ ചെയിൻ ടുഗദർ. എടാ ഒരു അച്ചിലൂക്കി സിനിമയ്ക്ക് പോയേക്കുവാ. ആ അച്ചിലൂക്കിയുടെ വന്നതാ ഇപ്പൊ കേറും. ആ അച്ചിലൂക്കി കണ്ണാപ്പി സിനിമയ്ക്ക് പോയേക്കണ ഇപ്പൊ വരും. അണ്ണാ ഈ ഡ്രസ്സിൽ കാണുമ്പോൾ ചെറിയ ശരീരം വലിയ തലയും പോലെ തോന്നുന്നു. ഓവർ സൈസ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാ പിന്നെ
എന്നാൽ ആരും പങ്കുവയ്ക്കാതിരിക്കാം. സത്യമല്ലേ? ശിബുദിന് കറക്റ്റ് സൗത്ത്. ഓക്കെ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? എടാ ഇവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? ഇവന്മാരൊക്കെ മണ്ടന്മാരാണോ ശരിക്കും? നമ്മളിത് പ്രതീക്ഷിച്ചല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവൻ വരുമെന്ന്? വേണ്ട, ഒരു വീഡിയോ അവിടെ വെങ്കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് തംബ്നെയിലില് ക്ലൈമാക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇവനെയൊക്കെ ശരിക്കും സിനിമ എടുക്കാൻ കൊടുക്കണം. ക്ലൈമാക്സ് സീൻ ആദ്യം പ്ലേ ചെയ്യും, അതും തന്നെ ട്രെയിലറി വരും ക്ലൈമാക്സ്. അവന്റെ വാട്ടർ പാർക്ക് കണ്ടാൽ തന്നെ അറിയാം അവരാതോണെന്ന്. അടിച്ച് അവരൊക്കെ തിരിക്കണം. ഐഡി ഇവന്റെ ഐഡി ശിബുദിനം അങ്ങനല്ലേ? അല്ല ബെഞ്ചമിൻ പി ജോബി. അവൻ ചോദിച്ച ഐഡിയ മറ്റേതാണ്. നിനക്ക് നീ ഈ ഐഡി കൊണ്ട് പോകും, നീ പോയി ശുഭദിനം കേട്ടോണ്ടിരി. Caindo para cara do meu ping. E brigando amarelo. Nossa, dá pra fazer lá. Cara, eu vou tentar, velho. ഓ പ്രാന്താണ്. Bem, quando eu falar já, vocês grudam. Quando eu falar já. Quem tem duas, droga pro rei. Gruda, Hiro. Show, pode? ഒരു സ്കോഡ് അങ്ങ് തീരും. സ്കോഡ് വൈപ്പായി അവിടെ. സ്കോഡ് വൈപ്പായി. അത് ലാസ്റ്റാണ്. എനിക്ക് നഷ്ടമായ 2 കോടിക്ക് വേണ്ടി 4 കോടി മുടക്കാനും ഞാൻ റെഡിയാണെന്ന്. പുള്ളി കൂട്ടത്തിലുള്ള 4 പേരെ കൊന്നു കളഞ്ഞ്. കൂട്ടത്തിലുള്ള 3 പേരും ചത്ത്, ഇവരും ചത്ത്. എടാ ഞാൻ വീടിന് വെളിയിൽ പൊട്ടിയത് എങ്ങനെ വീടിനകത്തുള്ളവരെങ്ങനെ നോക്കായി? ഡാമേജ് ഉണ്ട് പറഞ്ഞ പോലെ. ശരി, ആ വിഷയം. കംപ്ലീറ്റഡ് ദിസ് ഗെയിം വിത്ത് ദിസ് ലാഗ്. ഒരു ശരിയായ കളിയാണ്. ആണോ? സ്പോയിലർ ആണോ? ആ സ്പോയിലർ ഉണ്ട്. കളി ചേർത്ത് ഇന്നലെ ഒരു ഐപാഡ് കൊടുത്തതേ ഉള്ളു മോനെ. ഇത് ഇനിയിപ്പോ ഈ ഒരു നിന്റെ ഈ ലാഗ് തീർക്കാൻ എനിക്കൊരു PC തരാന്ന് പറയണത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് കഷ്ടപ്പാടിലൊക്കെയാണ്. ഗിവ് അവേ ഉണ്ട്. ബ്ലൈൻഡ് റബൽ ആൻഡ് TXA ഗെയിമിങ്ങിന്റെ ഒരു ഗീവ് അവേ ഉണ്ട്. ഒന്നല്ല രണ്ട്. അപ്പൊ നമ്മള് ഒരുമിച്ച് പറഞ്ഞത് നേരെ പോവാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് മനസ്സിലായോ? 1 അല്ല 2. ടുമാറോ സ്റ്റീവ്, ബാലൻ, ഇറ്റാച്ചി, സ്നൈപ്പ്. ഓക്കെ, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ പോയി. ടിവിയില് വന്ന് ഞാൻ പറയല്ലോ, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ എനിക്ക് പോയി. സ്നൈപ്പ് ഓൾറെഡി സൈഡിലായി. ഇനി ഇറ്റാച്ചി കൂടെ ഉള്ളു തുലയ്ക്കാൻ. ഫ്ലഫി ഉണ്ട്. അതെ, ഫ്ലഫി ഇവിടെ ഉണ്ടല്ലേ? നീളൊക്കെ 6-ാമനായിട്ട് ഒരു 4-5-ാമനായിട്ട് ഒരാള് ഒരു ദിവസം ആബ്സെന്റ് ആണെങ്കിൽ കളിക്കാലോ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. വേനലവധി മാസം അത് ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടുവന്നൊരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം. അതിന്റെ പേര് കാമം. അതിന്റെ പേര് അതിന്റെ പേര് കാമം. എന്റെ ഒരു അണ്ണ ഇങ്ങനത്തെ റിമിക്സ് എന്തേലും ഉണ്ടാക്കണ്ട. എന്റെ പേര് ആണ് സ്ട്രീം ചെയ്യും ഡെയിലി. അവസാനം ഇറക്കാം ഞാൻ.
എടാ ഞാൻ പുള്ളിക്കാരുടെ ഭയങ്കര ഫാനാ. പക്ഷെ ഈ പാട്ട് ഭയങ്കര ശോകമായിപ്പോയി കേട്ടോ. അത് സത്യം പറയാം, ഭയങ്കര ശോകമായിപ്പോയി. അജിതാഹരെ പാടുന്നത്. അജിതാരൊക്കെ പുള്ളിക്കാര് പാടിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴുള്ള സാധനമാണ് അജിതാരൊക്കെ. എന്റെ അതിന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്ങാ. അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഇതായിപ്പോയി ഈ പാട്ടടാ. എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയാൻ ഓരോ സ്ട്രഗിൾ ഉണ്ടാവും. ആമ്പിള്ളാർക്ക് പറയാൻ എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും, ആമ്പിള്ളാർക്ക് പറയാൻ എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും. അത് ഒരുമാതിരി ഇവരിങ്ങനെ എല്ലാവരും ഇക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് രണ്ട് സൈഡും ഒരുപാട് ഇതുണ്ട്. ലൈക്ക് അപ്പം അതിൽ പെണ്ണിന്റെ സൈഡ് മാത്രം പറയുകയാണെന്ന് പറഞ്ഞാൽ ഓക്കെ. ബട്ട് സ്റ്റിൽ എന്ന് വെച്ചാൽ ഒരു എന്തോ എനിക്കിത് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇതാരാണ് എടാ ഗൗരി ലക്ഷ്മി പുള്ളിക്കാരി. ഗൗരി ലക്ഷ്മി എന്നല്ലേ പേര്? അതെ അതെ, വൺ ഓഫ് ദ ഫേവറേറ്റ് സിംഗറാണ്. പക്ഷെ എനിക്ക് പുള്ളിക്കാരുടെ ആ പാട്ടിനോട് താല്പര്യമില്ല. ബട്ട് ഓൾവേസ് ആരോ നെഞ്ചിലൊക്കെ പുള്ളിക്കാരിയെ പാടിയ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം. ഞാൻ BMW നിന്ന് എയർ റിമൂവ് ചെയ്തു. MVD സീൻസ് ഭയങ്കര ഇതാണ്. വണ്ടിയുടെ മറ്റേ അവരത് ഓൾറെഡി കുറെ നമ്മുടെ ലൈവ് കാണുന്ന കുറെ നല്ല മനസ്സുള്ള ആൾക്കാർ കുറെ പേര് ഫോർവേഡ് ചെയ്തിട്ട് ഇതുപോലെ വിളിച്ചിരുന്നു. ആണല്ലേ? അത്രേ ഉള്ളൂ. നന്ദിയുണ്ട്. സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദിയുണ്ട്, വളരെ നന്നായിട്ട് നന്ദിയുണ്ട്. വേറെ റിമൂവ് ചെയ്യേണ്ട വന്നു. എയർ ആൻഡ് അലോയ്സ് റിമൂവ് ചെയ്യണ്ട. അലോയുടെ സൈസ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അലോയും ചേഞ്ച് ചെയ്തു, അലോയുടെ സൈസും കുറച്ചു, വേറെ അലോയ്സ് ഇട്ടു. എന്ത് ചെയ്യാൻ പറ്റും? നോമ കോൺട്രവേഴ്സീസ് ഇന്ത്യ. ഇത് കഴിഞ്ഞില്ല, ഇനി അടുത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് എടാ ഞാൻ ഗൈസ്, നിങ്ങൾ പുതിയ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയുക. അവന്റെ ആ സമയത്തെ ലൈവുകൾ കണ്ടു നോക്കിയാൽ മതി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ബാബു ഉണ്ടല്ലോ, ബാബുവിനെ എടുത്തിട്ട് പട്ടിയത്തല്ല നമ്മൾ വെറുതെ വഴിയെ പോണവന്മാരൊക്കെ എടുത്തിട്ട് അടിക്കുക, ഭയങ്കരമായിട്ട് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത കുറേ ടീംസ് ഉണ്ട്. നിങ്ങൾ ആ സമയത്ത് ലൈവ് കാണുമായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ടി വിയെ ഫാൻസ് എന്നെ വന്ന് തള്ളക്കി വിളിക്കുമായിരുന്നു. ബാബുവിൻ്റെ ലൈവ് കണ്ടിട്ട് വിഷമം വരും, ബ്രോ ഒന്ന് സിറ്റി കയറ് ബ്രോ. ഞാൻ മറ്റേ കോമ്പറ്റേറ്റീവ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രോ ഒന്ന് സിറ്റി കയറ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ചീത്ത വിളിക്കുമായിരുന്നു. അറിയത്തുണ്ട്. ആ സമയത്ത് ബാബു മറ്റേ അവസാനം നാട്ടുകാരായത് മൊത്തം അടി കൊണ്ടോണ്ടിരുന്നപ്പോൾ പിന്നെ IPL ആക്കി. ബാബുവിന്റെ IPL സ്ട്രീംസ്. ജാസ്മിനാ അറിയത്തില്ല, വെക്കൂ. ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ജാസ്മിനാന്ന് വിചാരിച്ചോണ്ട. ജാസ്മിൻ നല്ലത്. അയച്ചു തരുമോ? നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. ഇവൻ കുണ്ടനാണ്, ഇവൻ ആമ്പിള്ളേരെ ഇഷ്ടം. അത് നിങ്ങളുടെ ID കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ആമ്പിള്ളേർ അപ്പൊ പെമ്പിള്ളേർ ID കണ്ടുപിടിച്ച് അയക്കുന്ന അറിയാം. ആമ്പിള്ളേരായിട്ടുള്ളത് നിങ്ങൾക്ക് പെമ്പിള്ളേരുടെ ID അറിയാമെന്നറിയാം. അപ്പൊ നിങ്ങൾ ഇവന് ഫോർവേഡ് ചെയ്യുമ്പോൾ ഇവൻ ആ പെണ്ണിനായിരിക്കത്തില്ല മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളില്ലേ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും ഇവൻ. ഹായ് ബ്രോ എന്താ ഇട്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു. ഇവ കുണ്ടനാണ്. നീ മഹാരാജ് കോളേജിൽ സെക്കൻഡ് ഇയർ അല്ലേ നീ പഠിക്കണേ ഇപ്പൊ? അല്ല, കാർമൽ കോളേജ് ഫസ്റ്റ് ഇയർ. നിന്നെ കണ്ട ഞാൻ സീനെ മറ്റേ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ രണ്ടുള്ളി മൂത്രം പോയ സീനാണിത്. ഞാൻ പെട്ടെന്ന് ഇത് പോസ്റ്റ് ചെയ്ത് മാറ്റാൻ വന്നതാ. അണ്ണാ ഞാൻ വരച്ചതൊന്ന് സപ്പോർട്ട് ചെയ്യൂ. എടാ അവൻ വരച്ചതാണ്. എടാ ഇവൻ ഹരീഷ്ണൻ ആർട്സ്, ഇവനെ അറിയത്തില്ല. ഇവൻ കൊറേ വരച്ചിട്ടുണ്ട്, നമ്മുടെ അതിനകത്ത് കൊണ്ടിടുന്നുണ്ട്. ഇത് നോക്ക്, ഇത് നീ വിശ്വസിക്കത്തില്ലേ? ഇത് അല്ല, ഇത് സംശയമുള്ളവരുണ്ടോ ഇത് വരച്ചല്ലെന്ന്? എടാ മോനെ ഹരീഷ്ണ നാളെ ഇതിന്റെ ടൈം ലാപ്സ് ഇവിടെ നീ ഇടണം. എനിക്ക് തന്നെ വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന വാഴക്കുണ്ണകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി നാളെ എനിക്ക് ഉറപ്പായിരുന്നു.
അല്ലെങ്കിൽ പിന്നെ ഞാൻ ട്രക്ക് ഓട്ടിക്കുന്നതല്ലേ. കഷ്ടമുണ്ടാ മറ്റേ ആർക്കിന്റെ റോൾ കൊടുത്തത് അതിന് ശേഷം ഒരു മുട്ടൻ ചാടാണ്. ട്രക്ക് ഡ്രൈവറാണ് എല്ലാവരുടെ വീട്ടിൽ മടുത്ത്. സുനിമോൻ ആരും ഇതും പറയല്ലേ. ചെയ്യല്ലേ. ഹൃദയം കണ്ടോ ഹൃദയം കണ്ടോ അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയുന്നത്. അതുപോലെ ഈ ബീൻസില്ലേ അതിനകത്തുള്ളി മണിട്ട അത് വന്ന് കിഡ്നി പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണെന്ന്. ഓ അപ്പു അത് പടവലങ്ങ ഞാൻ അമ്പതിന് ഒരെണ്ണം മേടിക്കും പടവലെങ്കിലും തൂങ്ങട്ടെ. അതെ എന്തേലും ഒരു സാധനം അവിടെ ഇത് ചന്ദ്രനാണ് ശരിക്കും കൊടുക്കേണ്ടത്. ദാറ്റ് ലൈറ്റ്നിങ് വാസ് എ പെയ്ഡ് ആക്ടർ. ചെയ്യാൻ പറ്റും എന്ത് കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്ന്? എന്ത് കേരളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല? MVD കൊണ്ടുപോകുന്നു. അണ്ണാ ഇത് എന്റെ ചേട്ടത്തിയാണ്, കണ്ട് വെക്കാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. കവർ ഓഫ് ഡോട്ട് ഫാത്തിമ. ഇത് വായിക്കുന്ന സാധനത്തിന്റെ പേരെന്താന്ന് പറഞ്ഞാടാ വില്ലി? ഗിറ്റാറ് അല്ല സൂപ്പർ. അറിഞ്ഞൂടെ കെവിൻ എന്താ പറഞ്ഞേ? ഒരാള് വീണാന്ന് അതൊന്നും പറഞ്ഞ കെവിൻ. അതിന്റെ പേരെന്തോ? ഉക്കിലേലി. ഉക്കിലേലി കെവിൻ അതിന്റെ പേരെന്തായിരുന്നു? ഇത് ഇടലല്ലേ നല്ല സൗണ്ട്. കിടില കേട്ടോ, നല്ല സൗണ്ട്, നല്ല സൗണ്ട്. ഫാത്തിമ കിടില കിടില കിടില. കുക്കിരി വായിക്കുന്നുണ്ടോ? നല്ല രീതി. കുക്കരി അല്ല, മറ്റേ സാലഡ് ഉണ്ടോ? ആ നല്ല സൗണ്ട് കേട്ടോ, നല്ല സൗണ്ട് ഫാത്തിമ. എടേ ഇൻസ്റ്റാ ID വേണ്ടവന്മാർക്ക് കവർ ഓഫ് ഫാത്തിമ പോയി പാട്ട് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ മോളു വാവേ എന്നൊന്നും പോയി ഇൻബോക്സിൽ മെസ്സേജ് അയക്കാതെ പാട്ട് സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ ഇൻസ്റ്റാ ID ഇടണം. മനസ്സിലായോ? നീയൊക്കെ പോയി മറ്റേ കെയറൊന്നും കൊടുക്കണ്ട. നീയൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് പാട്ട് നല്ലതാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ മതി. എന്നാ നേരത്തെ ടൈപ്പ് ചെയ്ത അഹമ്മദാണ് അത് ഇട്ടത്. ഇത് ആ അഹമ്മദ് അല്ല, ഇത് എന്റെ ചേട്ടത്തിയാണ്. ഓക്കെ, ചേട്ടത്തി തന്നെയല്ലേ എഴുതിയേക്കുന്നത്? അതെ 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 അതെ. കോൾ കണ്ണമ്മ. എടാ അവനിപ്പോ വരും. ഓട്ടോ ട്യൂണോ? ഇത് ഓട്ടോ ട്യൂണോ? സ്റ്റുഡിയോ റീവേർബേ ഉള്ളൂ, ഓട്ടോ ട്യൂൺ കഴിവുള്ള ഒരു സപ്പോർട്ട് ചെയ്യണം. കാര്യം പറയട്ടെ, നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒന്നും പാട്ടുകാർ ഓട്ടോ ട്യൂൺ ഇടത്തില്ലെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഗൈസ്, ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. അത് എല്ലാവരുടെയും പാട്ടിൽ യൂസ് ചെയ്യും. അതൊരു എഡിറ്റിംഗ് ടൂളാണ്. പക്ഷേ ചിലവന്മാരുണ്ട് മറ്റേ ഓട്ടോ ട്യൂൺ മറ്റേ മാത്രം കേട്ടിട്ട് മറ്റേ പാടുന്ന ആ സാധനമൊക്കെ ഉള്ളൂ. ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ഈ പറയുന്ന പോലെ പിച്ച് കറക്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ എഡിറ്റിംഗ് ടൂൾ മാത്രമാണത്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഒരു പാട്ട് നല്ല ഭംഗിയാവും കേൾക്കാൻ. ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലേ? ഇല്ല. ചങ്ങലക്കളി ഇല്ലേ? ചങ്ങലക്കളി ഉണ്ട്. എടാ ശബ്ദത്തിന് വല്ല മാറ്റം പറ്റിയോ? ഞാൻ ആ കണ്ണാപ്പിയെ ഒന്ന് വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ചങ്ങലക്കളിക്കുള്ള ആളെ വിളിക്കട്ടെ. നല്ല മാറ്റമുണ്ട്. ആര് പറഞ്ഞു? ഇല്ലേ ഗൈസ്, മൈക്ക് മാറ്റിയതാ ഗൈസ്. എനിക്കൊരു അസുഖമില്ല, നിങ്ങൾ അങ്ങനെ പറയല്ലേ. ചാറ്റിൽ അങ്ങനെയൊക്കെ പറയണടാ.
എനിക്ക് എന്താ പറ്റിയത്? ഹലോ 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 കണ്ണാപ്പി വെച്ച് അവന് ധൈര്യം നോക്കിയേ. അവന്റെ മിനിമം പുരുഷൻ ഒരു വട്ടം ഫോൺ കട്ട്. ഹലോ ആ കക്കുസി കയറിയില്ലടാ കഴിവറ അവനെ. നീ വിളിച്ച് ഫോൺ കട്ടിയാണോ നീ? ബാത്റൂം എന്ത് പരിപാടി? അത് പൊങ്ങട്ടെ, ഞാൻ ഒന്ന് പൊങ്ങട്ടേതാ. പെട്ടെന്ന് വാടാ. അണ്ണാ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞ അല്ല തെളിവ്. എന്തിനാ ഞാൻ ഇവനെ വിളിച്ച ഇപ്പോ? ഞാൻ എന്ത് കാര്യത്തിനാ ഇവനെ വിളിച്ചേ? മൂഡ് പോയടേ. സ്പീക്കറിന്റെ കംപ്ലൈന്റ് സൗണ്ട് വന്നായിരുന്നു ഇടക്കിടക്ക്. അതാ അവന്റെ കക്കൂസി എന്നുള്ള സ്ഫോടനമാണ്, അല്ലാതെ സ്പീക്കർ പോയതല്ല. അശ്വിൻ സായ് പോപ്പി മാസ് ഇവനൊന്നും ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ലേ എങ്ങൊന്നും? എടാ ഇവർക്ക് കൊച്ചു പിള്ളേരായിരിക്കും കേസിൽ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ കൊച്ചു പിള്ളേരായിരിക്കും അല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നമ്മൾ വേറെ റാൻഡർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് സ്പാം ചെയ്തത് കൊച്ചു പിള്ളേരായിരിക്കില്ലേ? എനിക്ക് ഉറപ്പാണത്. സായിപ്പ് വിളിച്ചായിരുന്നു. സായിപ്പ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ലൈവ് വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സായിപ്പിൻ്റെ ലൈവ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എൻ്റെ വീട്ടിൽ റിലേറ്റീവ്സും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ സായിപ്പ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലൈവ് 2 ദിവസം കഴിഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി. റൂമിൽ കയറൂ, നേരെ അകത്തേക്ക് പോകൂ, എന്റെ അടുത്തേക്ക് വാ, ഞാൻ ബാക്ക് നോക്കിക്കോളാം, തിരക്ക് കൂട്ടരുത്, താഴെ ഇരിക്കേ. കുനിഞ്ഞിരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? റൂമിൽ കയറ്. ഇത് പിടിക്കൂ, വീക്ക്നെസ് ഇത് പിടിക്കൂ, അടിക്കേ, അടിക്കടിക്കുന്നത് ഇത് പിടിക്കുക, അടിക്കടിക്ക. വെക്കുന്നുണ്ട്. അടിപൊളി 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 എന്ന് അത് ഏറ്റവും ലാസ്റ്റ് പറയണ്ടേ? എന്തായാലും അടിപൊളി. റോ വോക്കലില് മറ്റേ പരിപാടി നിങ്ങൾ ലൈവ് കാണണം ഗൈസ്. പുള്ളിയുടെ എന്ത് രസമെന്നറിയോ കേൾക്കാൻ. എൻ്റെ അമ്മൂ, തുണയായി വരാ ഇനി എന്നുമേ കുടനീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം വരവേറ്റിടാം. നെയിം എന്താ ബ്രോ? ബ്രോ കെവിൻ അറിയോ? കെവിൻ അറിയോ? കെവിൻ അറിയോ? കെവിൻ പറ. സൂരജ് സന്തോഷ്. കെവിൻ മുള്ളാൻ കെവിനൊക്കെ തീട്ടമാണ്. അവന്റെ ഒന്നും വാക്കുകൾ കേൾക്കരുത്. സൂരജ് സന്തോഷ്. സൂരജ് സന്തോഷ് ബ്രോ, സൂരജ് സന്തോഷ്. മലയാളത്തിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയതല്ലേ? അതാരാ? എനിക്കും അറിയില്ല. വാട്ട്? ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല. എടാ പോടാ കണ്ടമുറിയായിരുന്നു എന്റെ വിദ്യാഭ്യാസം. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഈ ഇറങ്ങിയ എന്തോരം നല്ല പാട്ടുകളുണ്ട്. മറ്റേ ഇത് ഈ പാട്ട് മറ്റേ നാം ഒരു നാൾ കിനാക്കടവ്, ആ പാട്ട് കുറെ ഉണ്ട്, ഇഷ്ടം പോലെ പാട്ടുണ്ട്. പവിഴമഴ പുള്ളി അല്ലടാ പാടിയത്. ഓ പുള്ളി പാടിയത് ഞാൻ നല്ല പാട്ടുകൾ ഏതൊക്കെ ഉണ്ട്. ഹരിശങ്കറാണ് പവിഴമഴ പാടിയത്. വന്നോ?
അണ്ണ ഇത് അടുത്ത വൈറസായ അണ്ണ ഈ സാധനം എല്ലാം പറയുന്നുണ്ട്. അല്പം വെളുത്തു പോയതിന്റെ പേരിൽ ജീവിതം മുഴുവനും മൂഞ്ചിപ്പോയൊരു ജീവി. കുറച്ച് വെളുത്തു പോയതുകൊണ്ട് ജീവിതം മുഴുവൻ മൂഞ്ചിപ്പോയ ഇതുപോലൊരു ജീവി ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് ജോയി എന്ന് പറഞ്ഞ ഈ ഒരു കരടിയെ കുറിച്ചാണ്. ആൽബിനിസം എന്ന് പറഞ്ഞ രോഗം ബാധിച്ച് ഈ ഒരു ബ്രൗൺ കരടിയുടെ ദേഹം മുഴുവൻ വെള്ളയായിട്ട് മാറി. അവിടെ തുടങ്ങി പുള്ളിയുടെ കഷ്ടകാലം. ആനിമൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ ആൾക്കാര് വഴിതെറ്റി വന്ന ഒരു ഹിമക്കരടിയാണെന്ന് വിചാരിച്ച് ഈ ഒരു കരടിയെ ആർട്ടിക് റീജിയൻസിലേക്ക് മയക്കുവെടി വെച്ച് കൊണ്ടുപോയി വിട്ടു. അവിടെ ചെന്നിട്ട് ഫുഡ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, തന്നെക്കാളും വലിപ്പം കൂടുതലുള്ള മറ്റ് ഹിമക്കരടികളുടെ കയ്യിൽ നിന്ന് നല്ല മാന്തും കിട്ടി. തങ്ങൾക്ക് മര്യാദക്ക് ജീവിച്ചോണ്ടിരുന്ന അതിനെയൊക്കെ പിടിച്ച് അബദ്ധം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥരെ ഇതിനെ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വിട്ടു. എന്നാലും ഹിമക്കരടിയാണെന്ന് കരുതി വേറൊരു ടീംസ് പോളാർ ബേഴ്സിനുള്ള ഒരു സൂവിൽ കൊണ്ടുവിട്ടു. ഈ അസുഖത്തിന്റെ കാര്യം മനസ്സിലാക്കിയ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വീണ്ടും ഇവനെ തിരിച്ചു കൊണ്ടുപോയി വിട്ടു. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുകയാണ് ഈ ഒരു പാവം കരടി. സത്യടാ, കഷ്ടല്ലേ അതിനെ കണ്ടിട്ട് എങ്ങനെ ഹിമക്കരടിയും തോന്നി? അല്ല, അവൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് കണ്ടത്. ഹിമക്കരടി ഭയങ്കര വൈറ്റ് അല്ലേ കണ്ണാപ്പേ? ഓ, തമാശ വേണ്ടേ അധികം? ഹിമക്കരടി എന്ന് പറഞ്ഞ കറുപ്പ വെള്ളയായിരുന്നു. ഒരണ്ണനെ വിളിക്കുമ്പോ ചെയ്യേണ്ടതാണ് ഈ ചെയ്തത്. ഓ, എന്തുവാടാ? She is a free trial of death but with ads. Sleep is a free trial of death but with ads. ഓ ശരിയാണ്. എന്ന് വെച്ചാ എടാ ഉറക്കത്തിന്റെ ആഡ് വരുന്നു. എന്ത് അത് തന്നെ അവിടെ കെവിൻ എന്ന് പറഞ്ഞ അത് തന്നെ പറഞ്ഞ കെവിൻ എന്ന് പറഞ്ഞേ ഉറങ്ങുമ്പോ സ്വപ്നം വരത്തില്ലേ, അതാണ് ആഡ്. മനസ്സിലായ? ഏത് നമ്മളങ്ങ് ഉറങ്ങി പോയാ ചത്തു പോത്തില്ലേ? അല്ലടാ, അതല്ല ആഡ്. നേരെ തിരിച്ച്. അതായത് ഉറക്കം എന്ന് പറയുന്നത് എന്താ മരിച്ചു കഴിഞ്ഞാലുള്ളത് ആ അവസ്ഥയ്ക്ക് ഇടയിലുള്ള ഒരു ഫ്രീ ട്രയൽ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷെ വിത്ത് ആഡ്സ്. ആഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാ. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം ഉറങ്ങുമല്ലേ, സ്ലീപ്പ് എന്നല്ലേ അർത്ഥം. അതിന്റെ ഇടയ്ക്ക് ആഡ് എന്ന് പറയണത് നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കാണാൻ മരിക്കണോ? ഇറങ്ങടാ ഡിസ്കോഡിൽ നിന്ന്. ബൈക്ക് അടിച്ചാ മതി തോന്നുന്നു. മൊത്തം മണ്ടന്മാര്. കെവിൻ ഈസ് റൈറ്റ് എന്നോ? എടാ അങ്ങനെയാണോ? സ്ലീപ്പ് ഈസ് എ ഫ്രീ ട്രയൽ ഓഫ് ഡെത്ത് ബട്ട് വിത്ത് ആഡ്സ്. ശരിയാ കെവിൻ പറഞ്ഞാണ് ശരിയാ. കെവിൻ ഈസ് റൈറ്റ്. എന്റെ മിസ്റ്റേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ, ഞാൻ ഒറ്റ വാചകത്തിൽ ഇത് നിർത്താം. മഹേന്ദ്ര സിംഗ് ധോണിയെ കണ്ടിട്ട് വിരാട് കോഹ്ലി അല്ലെന്ന് ചോദിച്ച പുണ്ടച്ചിയുടെ വിവരത്തെയൊക്കെ കൂടുതൽ എന്തായാലും എനിക്കുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ എന്തായാലും എനിക്കുണ്ട്. അത് മതി എനിക്ക്. അതിൽ കൂടുതൽ കേട്ടിട്ട് വരുമല്ലോ, അത് മതി. എടാ ബാബുവിനെ ചന്ദ്രനെ വിളിച്ചടാ. ചന്ദ്രു ഇവിടെ ഉണ്ടല്ലോ. ഹലോ ചന്ദ്രു. റീപ്ലേസിംഗ് ബാറ്ററി. ഇതെന്താ? ഇട് പ്ലേ ആവണ്ടേ? അണ്ണാ ഇവനെ അറിയത്തില്ല. ഇവനാണ് മറ്റേ പ്രോപ്പാനന്റ്. അയ്യോ ഇത് കാണണേ അണ്ണാ. പെടുക്കും ഇത് കണ്ട മിണ്ടായി. അന്നെ പിടുക്കേ പറയും. എന്തൊരു സൗണ്ട് എഫക്ട്സ് ആണ്. ഗെയിം ഭയങ്കര സീനാണ്. മൾട്ടിപ്ലെയർ ഗെയിമാ. എന്ത് ജീവിയത്? കണ്ണാത്തല്ല അത് പാതി നോക്കിയ. കണ്ണാപ്പി ഇത് മൾട്ടിപ്ലെയർ ആണോ? ഓ ഇത് മൾട്ടിപ്ലെയറാ. അടുത്ത് കളിച്ചാലോ? കളിക്കാം. അടുത്ത് കളിക്കട്ടെ.
അടുത്ത കളിക്കാ. ഇത് മൾട്ടിപ്ലെയർ ആണ്. മൾട്ടിപ്ലെയർ ബ്രോ ഡബ്ഡ് സോങ്സ് ആർ വേസ്റ്റ്. പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കര തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ വയമ്പ് തോൽക്കണ ചേനല്ലോ പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കര തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ വയമ്പ് തോൽക്കണ മാസ്റ്റർ പീസ് ഇതൊന്നല്ല അഴകേ നീ എന്നെ പിരിയല്ലാണ് ബെസ്റ്റ് ഡബ്ഡ്. അഴകേ, അയ്യോ അതെന്ത് കിടിലുമാണല്ലേ അത്. സാധനം തന്നെ, അതൊരു സാധനം തന്നെ. അതൊരു വിഷയം പാട്ടാണ് അത്. സ്പോട്ടിഫൈ ഫീലിംഗ് ലോ ആൻഡ് സെർച്ചിങ് ഫോർ എ മോട്ടിവേഷണൽ സോങ്. പക്ഷെ എടാ കണ്ണാപ്പി, നിന്റെ മോട്ടിവേഷണൽ സോങ് ഏതാടാ? നീ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ കേൾക്കുന്ന പാട്ട് ഏതാ? ഇതായിരിക്കും എഞ്ഞിലെരിഞ്ഞ് തുടങ്ങി പിടിച്ചെത്തി കടലുകളൊക്കെ വരുന്നത് പോലെ മരവെച്ച് തുടങ്ങുന്ന നിന്റെ കഥകിൽ മുട്ടി വിളിച്ചതുപോലെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിലൊരു ശകലവും പതറുകിലൊരു ചുവടുപെത്തിയ വാർത്തെടുത്ത് വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്ന് 4 ദിവസം ഇരുൾ നിറഞ്ഞു തേക്കിലും ഒരു താൻ തുടങ്ങി പരാജിതനെ ആകില്ലൊരിക്കലും. അതങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റേ നമുക്ക് നാളെ തന്നെ ബിസിനസ് തുടങ്ങാം. സത്യടാ, എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആ പാട്ട്. ഭയങ്കര മോട്ടിവേഷൻ എനിക്ക് ഞാൻ ആ പാട്ട് എപ്പോ ഡൗൺ ആയിട്ടിരിക്കണം ഞാൻ കേൾക്കണ പാട്ട് അതാണ്. അതും മറ്റേ ആരംഭമേ ഇല്ലേ, ആരംഭമേ. അല്ലല്ല അതും പിന്നെ ഞാൻ കേൾക്കുന്ന രണം അടിപൊളിയാ. 4ാം ക്ലാസ്സുകാരൻ പയ്യന് വേണ്ടിയിട്ട് ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ഗംഭീര വണ്ടിയാണ് കേട്ടാ. നോക്കിയേ, അതായത് ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ. ഇതൊരു ആക്റ്റീവ് ഒരു ചെറിയ വണ്ടി ഉണ്ടാക്കിയതാണ് ഇവനെ ഓടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ബോഡി ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോ ശരിക്കും ഇതിന്റെ എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഇല്ലാതായി പോയല്ലോടാ. എനിക്കൊരു ചേട്ടനുണ്ട് കഴിവേറി. സാധാ ടാങ്കിലേക്ക് ബാക്കി കുറെ കട്ട് ചെയ്ത് വേറെ ആക്റ്റീവയുടെ വാട്സപ്പ് വെച്ച് ചെയ്തേക്കണെയാണ്. അതായത് വെൽഡ് ചെയ്ത് ഇതുപോലെ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ്. എത്ര സമയം എടുത്തത് ചെയ്യാനായിട്ട്? ഒരു 2 മാസം. 2 മാസം സമയം എടുത്തിട്ട് അങ്ങനെ ചെയ്തു അല്ലേ. എന്തായാലും ഗംഭീര കാഴ്ചയായിട്ടുണ്ട്. ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? വേറെ എന്തിട്ട് ചെയ്യുന്നത്? അതുപോലെ വേറെ ചെയ്യും. എനിക്ക് ചേട്ടനല്ല ചേട്ടന്റെ സ്ഥാനത്ത് ഒരാളുണ്ട്, CM. അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. ഡെയിലി പരിവാഹനിന്ന് മേടിച്ചു തരാന്നല്ലാതെ ഇങ്ങോട്ട് എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് പോകുന്നതല്ലാതെ ഇങ്ങോട്ട് ഒരു ഗുണമുള്ള കാര്യം ചെയ്യാൻ. മണ്ടൻ നിങ്ങളുടെ പേര് അതെ എന്റെ പ്രൊഫൈലിൽ എന്താ പറയുക നിങ്ങൾക്ക് കേട്ടോ? നിങ്ങൾ സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ, വെയിറ്റ്, ഇന്റർനാഷണൽ ബോഡി ബിൽഡർ, മദർ തെരേസ അവാർഡ് ഹോൾഡർ, ഒന്നും വേണ്ട. ഒരു സെലിബ്രിറ്റീസിനെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് വരെ ഒരേ പേരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മണ്ടനായിട്ടല്ല, നിങ്ങളോടൊക്കെ കളിക്കാനുള്ള നല്ല തലയുണ്ടായിട്ട് തന്നെ വന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടം, അതാണ് എൻ്റെ ഗെയിം. ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പിന്നെയും പറയും. ഈ സാധനത്തിനെ കണ്ടു എന്തേലും കഴിവുണ്ടോ പുള്ളിക്ക്? അത്ര അച്ചീവ്മെന്റ് എങ്കിലും ഉണ്ട്, എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി എല്ലാവരും പിന്നെയും പറയാം. അറ്റ്ലീസ്റ്റ് ജാസ്മിൻ പറയാം, നല്ലൊരു സക്സസ്ഫുൾ യൂട്യൂബറാണ്, ഇതൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരി എല്ലാവരും ഭയങ്കര പുച്ഛമാണ്. ഒരു കാര്യം റെസ്പെക്ട് ചെയ്യില്ല. എനിക്കതിൽ ഭയങ്കര ഇതാണ്. അടുത്തോട്ടാണ് വിളിച്ചാ പോവാ ബിഗ് ജോസ്. GTA 6 2 മാസം മുമ്പ് ട്രെയിലർ ഇറങ്ങിയായിരുന്ന? അത് ഒഫീഷ്യൽ അല്ലല്ലോ. അല്ല, ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയായിരുന്നു. പക്ഷെ അണ്ണാ 2 മാസം അല്ലാതെ ഇറങ്ങിയിട്ട് 7 മാസമായി. ടൈം പോണതാണ്ടാ. 7 മാസോ? ഓ, നല്ല വയസ്സായി. ബ്രോ പുള്ളിക്കാരി PT ടീച്ചർ അല്ലേ ബ്രോ? അതുകൊണ്ടല്ല പറഞ്ഞേ ബ്രോ. അതിനകത്ത് കേട്ടോ, ഒരാൾക്കാർ ഓരോന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് താറ്റും. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു പുള്ളി ജിൻഡോ ആയാലും ജിൻഡോ മാത്രമല്ല കുറേ പേരുടെ ഇന്നത്തെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരാണെങ്കിലും പുള്ളിക്കാരൻ്റെ അച്ചീവ്മെൻറ്റ്സാണ് പറയണം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പുള്ളിയുടെ പേഴ്സണൽ യഥാർത്ഥത്തിൽ നടത്താനല്ലേ പറയണേ, വെറുതെ തെള്ളുമല്ലല്ലോ. പുള്ളിയുടെ
അതെ ഇപ്പൊ ഞാൻ പറയാം സനയെ കാണാൻ പോയ കഥ പറയുവാണെങ്കിൽ മറ്റേ നീ അടിച്ചവന്റെ മോന്ത പറ്റിച്ചോ കുഴപ്പമില്ല. മറ്റേ എടാ അതൊക്കെ സത്യമാണ് കേട്ടോ, അതൊക്കെ സത്യമാണ് പുള്ളി പറഞ്ഞേ. സനയെ കാണാൻ പോയ കഥ പറഞ്ഞാൽ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ യഥാർത്ഥത്തിലുള്ള അച്ചീവ്മെന്റ്സ് അത് പറയുമ്പോൾ കളിയാക്കണതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അല്ലെ ഒന്നും വേണ്ട, റെസ്പെക്ട് ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് കേട്ടിരിക്കാലോ. ഓക്കെ ഞാൻ എന്താ ഓക്കെ പുള്ളി അതാണ്, ഓക്കെ ശരി പുള്ളി അതാണ്, കേട്ടിരിക്കാലോ, കളിയാക്കണ്ട. നീ ആലോചിക്കേ 2024 ഇങ്ങനൊരു ഫ്രെയിം വന്നാലുള്ള അവസ്ഥ. ആലോചിക്കാൻ പോലും വയ്യ, ആലോചിക്കാൻ പോലും അല്ലേ. എന്റെ അമ്മോ അതെന്ത് സാധനമായിരിക്കും അത്. നോക്കിക്കാൻ തന്നെ പേടിയോ പണ്ടാ ഒന്നാമത്തെ കാര്യം ജയിലറില് പുള്ളിക്ക് ആക്ഷൻ സീൻസേ ഇല്ല, നീ വലുതായിട്ട് കണ്ടല്ലോ. പക്ഷെ പുള്ളി ഫ്രെയിമിൽ നടന്നു വരുമ്പോ തന്നെ സ്ക്രീൻ നിറയും. നമ്മൾ മറ്റേ ഇങ്ങനെ നോക്കിയിരിക്കും, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും മറ്റേ ആ സീനൊക്കെ. എന്റെ അമ്മോ. എടാ റെഡിയായോ? താഴെ റെഡിയായോന്ന് ചോദിച്ചടാ, ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞടാ. സമയം എത്രയായി? 10:30 ആയല്ലേ? നമുക്കത് ഇന്ന് കുറച്ച് അധികം തീർക്കമുണ്ട്. ഇന്ന് മിനിമം ഇന്ന് നമ്മള് ഗൈസ് ഇന്ന് എത്ര മീറ്ററിൽ നിർത്തണം? അവരെല്ലാം ഇട്ടോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. എത്രയാണ്? 700 ആയില്ലേ? എത്രയായി ഇപ്പൊ ഞങ്ങൾ 700 2000 അല്ല 1700 അല്ലെങ്കിൽ 1000 മീറ്ററോ? ഇന്നൊരു 1300 1500 1200 എങ്കിലും അടിക്കണം. ഇന്ന് 1500 എങ്കിലും അടിക്കണം. പക്ഷെ നിങ്ങൾ 3 ദിവസം നല്ല രീതി പ്രോ ആയിട്ടാ. I love you but as a friend. Explain. Hotspot connected. No internet. സത്യം. എടാ ഇതാണ് മറ്റേ കാട്ടറ വിദേശം. നിങ്ങൾക്കറിയാം പുള്ളിയുടെ കണ്ടന്റുകൾ കാണാറുണ്ടോ നിങ്ങള് റീൽസിലൊക്കെ? പുള്ളി മറ്റേ കുറെ ഇങ്ങനത്തെ പബ്ജി കണ്ടന്റുകളൊക്കെ ചെയ്യും. മറ്റേ കാട്ടറവി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമില് നോക്കിയാൽ മതി. നൈസാണ് ആള്, ഏതായിട്ട് ചെയ്യാറുണ്ട്. അണ്ണാ സ്കൂൾ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും. എടാ ഉള്ള സമയത്ത് ഞാൻ ഈ സമയം ഇപ്പൊ ലൈവ് കാണുന്നതില് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാണ് ഗൈസ്, ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ചോ. പിന്നീട് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ഇത് തൊലിക്കാനേ പറ്റുള്ളൂ എന്റെ വോട്ട്, മനസ്സിലായോ? അന്നേരം ഓർത്തെടുക്കാൻ എനിക്ക് 10ാം ക്ലാസ് വരെ ഒന്നും വലിയ ഹാർഡ് കോർ ഫ്രണ്ട്സ് ഒന്നും പോലും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇതാക്കി വെച്ചിരുന്നു. അല്ലാതെ ഇനി ഇങ്ങനെ കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങനെ വെല്ലോറുടെ വീഡിയോ കണ്ട് തൊലിക്കാന്നല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും മെമ്മറികൾ വേണമെങ്കിൽ അത് ഇപ്പോൾ ഉണ്ടാക്കണം, മനസ്സിലായോ? അതൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക്. നെക്സ്റ്റ് ജനറേഷൻ ഇത്തിരി വിഷയമാണ് കേട്ടോ, സത്യം പറയല്ലേ. ഞങ്ങള് കാറിലൊക്കെ പോകുമ്പോഴാടാ കാശിക്കുട്ടനാടാ ഒന്ന് പിള്ളേരൊക്കെ ചോദിക്കണത്. എന്നെ വലിയ ഇതൊന്നും ഇല്ലടാ, നമ്മളാരടാ എന്നിലൂടെ അല്ലടാ അവൻ ഇതായത്. ഇപ്പൊ എന്നെയല്ലേ സ്വന്തം മോനോട് ഈഗോ ചോദിക്കേണ്ടത്. സായിപ്പാണെന്നല്ല വിളിക്കണ്ടേ, അവരെല്ലാരും കാശിക്കുട്ടാന്നാ വിളിക്കണേ, എന്നെ വിളിക്കുന്നില്ല അവന്മാരൊന്നും. ഇനി അതുകൊണ്ട് കാശിക്കുട്ടിനെ സ്ട്രീമിലോട്ടോ അവന്റെ റീലൊന്നും വൈറലാക്കാൻ വേണ്ടി അവനെ കൊണ്ടുവരുന്നൊന്നുമില്ല കേട്ടാ. കാശിക്കുട്ടിനെ സ്ട്രീമിലോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നിർത്തി. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ ഇങ്ങനെ മുരടിച്ചിരിക്കും, അവൻ കേറിപ്പോകും. അപ്പൊ അത് എനിക്ക് കാണാൻ പറ്റത്തില്ല. സോ ഞാൻ കേറിപ്പോയിട്ട് അവൻ പുറകിൽ താഴ്ന്ന് കയറി വന്നാൽ മനസ്സിലായോ? എന്റെ താഴ്ന്ന് കയറി വരണം, അല്ലാണ്ട് എന്റെ പൊക്കം കയറി പോകണ്ട. അത് വേണ്ട, അത് മടുപ്പാണ്. അപ്പന്റെ താഴെ അത് മതി. സോ ഞാൻ ഫസ്റ്റ് കയറാം, അത് കഴിഞ്ഞ് അവൻ കയറാം. അതാണ് കറക്റ്റ് ആക്യുറേറ്റ് തന്ത കേട്ടോ. മറ്റേ ഈഗോ തന്ത സൂപ്പർലി. എനിക്ക് പെണ്ണ് സെറ്റായി, ഞാൻ അവളെ എന്താ വിളിക്കുക, നീ പുണ്ടച്ചി വിളി മൈരെ.
നോ കമന്റ്സ്. എടാ ഇവൻ എനിക്കൊരു പടം വരച്ചു തന്നായിരുന്നു നൈസായിട്ട്. എടാ താങ്ക് യു സോ മച്ച് എടാ, മീൻസ് എ ലോട്ട്. എന്താ എനിക്ക് മനസ്സിലായില്ല. എക്സ്പോസിന്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ കണ്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ബ്ലാക്ക് മിത്ത് വൂക്കോങ് 3 വട്ടം കളിച്ച് തീരാറായി. അതായത് ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്ത ലൈവില്, രണ്ടാമത്തെ വട്ടം വീണ്ടും കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് മൂന്നാമത്തെ വട്ടം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ചാപ്റ്റർ 4 ആയി. മൂന്നാമത്തെ വട്ടം അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം മൂന്നാമത്തെ വട്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിന്റെ അച്ചീവ്മെന്റ് കിട്ടും. അതായത് നമുക്ക് വൂക്കോങ് ആവുന്നതിന്റെ അച്ചീവ്മെന്റ് കിട്ടും. അപ്പോൾ ഞാൻ 2 വട്ടം കളിച്ച് തീർത്ത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ, ഇനി 2 ചാപ്റ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ അച്ചീവ്മെന്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഭയങ്കര രസമാണ് കേട്ടോ കളിക്കാൻ. നമുക്ക് ഒരു ദിവസം ഞാൻ നാളെ മറ്റന്നാളെ വല്ലതും ലേറ്റ് നൈറ്റ് ബാക്കി ചാപ്റ്റർ നമ്മൾ ലൈവ് ഇരുന്ന് തീർത്താലോ? ഏതെങ്കിലും ഒരു ദിവസം ലേറ്റ് നൈറ്റ് RP ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കളിക്കാം. ഞാൻ ബാക്കി കളിക്കുന്നില്ല, ബാക്കി ലൈവ് കളിക്കാം. നമുക്കൊന്നുകൂടെ കളിച്ച് തീർക്കാം. RDR നാളെ തെള്ളാണോ വണ്ണോ? എടാ അല്ലടാ, 3 വട്ടം തീർക്കുമ്പം നമുക്ക് മറ്റേ ഇത് കിട്ടും. അതായത് വൂക്കോങ്ങിന്റെ മറ്റേ ഇമ്മോർട്ടാലിറ്റി കിട്ടും. അത് അച്ചീവ്മെന്റ് ആണത്. അതുകൊണ്ടാണ് 3 വട്ടം കളിക്കണം. ഞാൻ 2 വട്ടം കളിച്ച് തീർത്തു, ഇനി 3ാമത്തെ വട്ടം കളിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, PS5 ഇവള് വീട്ടിൽ വന്നപ്പോ ഉണ്ടല്ലോ, ഇവക്ക് ബോർ അടിക്കുന്നു എന്ന് പറഞ്ഞ് PS5 ഞാൻ ഇവക്ക് 4400 രൂപയ്ക്ക് ഡ്യൂലക്സ് എലൈറ്റ് മേടിച്ചു കൊടുത്ത്. ഇവളെ താനോസ് ഒരു 2-3 മണിക്കൂർ അല്ല 5 മണിക്കൂർ എന്തോ താനോസിന്റെ അടുത്ത് ഇരുന്ന്, അതോടെ അവൾ ആ ഗെയിം നിർത്തി. ബാക്കി ഞാൻ കളിക്കാന്ന് വിചാരിച്ച് ഞാൻ മറ്റേ PC ഭയങ്കര പ്രോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ജോയ്സ്റ്റിക്ക് മേടിച്ച് ജോയ്സ്റ്റിക്കും കൊണ്ട് ചെന്ന് മറ്റേ പുലിമൈരൻ ഉണ്ടല്ലോ, അവനെ ഞാൻ PC ഫസ്റ്റ് ട്രയൽ കൊന്നതാണ്. അവനെ 5.5 മണിക്കൂർ എടുത്ത് ഞാൻ കൊല്ലാൻ. അവിടെ ഞാനും കളി നിർത്തി. പക്ഷെ അവനെ കൊന്നിട്ട് കളി നിർത്തി. ജോയ്സ്റ്റിക്ക് കളിക്കാൻ പറ്റൂലടാ, എനിക്ക് ജോയ്സ്റ്റിക്ക് കളിക്കാൻ പറ്റൂല. ജോയ്സ്റ്റിക്കിൽ ആ പുലി എന്നെ പണി ഒന്നും ചെയ്യാനില്ല. ഗ്രേ വെക്ടർ തൊപ്പിയാ തൊപ്പി പാടിയ പാട്ടിൽ എനിക്കൊരു ഇഷ്ടമുള്ള പാട്ട് ഇതാണ് സത്യം പറഞ്ഞ. പക്ഷെ ഇതിന്റെ ലിറിക്സ് ഇങ്ങനെ അല്ലല്ലോ പാടിയത്. കൊച്ചു വാസു എങ്ങനെയുണ്ടെന്ന അതിൽ നീ എന്ത് വരച്ച്? ഇതിനെ കണ്ടായിരുന്നു. I can't wait for this moment, seriously. അയ്യോ ബ്രോ, കിടിലം കേട്ടോ, രക്ഷയില്ല ബ്രോ, കിടിലം. ആൻഡ് ഗൈസ്, ഞങ്ങള് 3 മാസത്തെ ചെക്കപ്പിന് പോയപ്പോ ഉണ്ടല്ലോ, ഞാൻ കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് കേട്ടോ. എനിക്ക് എക്സൈറ്റ്മെന്റും പേടിയും എല്ലാം വന്നു. ഗൈസ്, നിങ്ങളൊക്കെ പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല, ചേച്ചിയുടെ ചേട്ടന്മാരൊക്കെ കൂടെ പോയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് ഇതിന് പോകുമ്പോ അവര് ഹേർട്ട് ബീറ്റ് ചെയ്യിപ്പിച്ചു തരും കുഞ്ഞിന്റെ. അതായത് ഒരു വലിയ മെഷീനകത്ത് ഇങ്ങനെ ഇതാകുമ്പോൾ വലിയ സൗണ്ടിൽ നമുക്ക് കേൾക്കാം, ടിക് 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 ടിക്. അയ്യോ, അതൊരു വല്ലാത്തൊരു ഇതാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ ഹേർട്ട് നമ്മൾ ഹേർട്ട് അടിക്കുന്നതിനേക്കാളും സ്പീഡിൽ ഇങ്ങനെ അടിക്കും. അത് നമുക്ക് അവർ കേൾപ്പിച്ച് തരും. അത് വലുതായിട്ട് കേൾക്കാൻ പറ്റും. അതൊരു വേറൊരു മൊമെന്റ് ആണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പം അത് മനസ്സിലാവും. ലൈക്ക് അതൊക്കെ അതൊരു പ്രത്യേകതയാണ്. എടാ, ഇതാണ് സോളോ ക്യൂവില് നടക്കണേ. അത് എന്തൊരു ഷോട്ട്! അത് കണ്ണൂര് വന്നുള്ള ഒരു പീക്കും അത് കുറച്ച് വിഷയമായിരുന്നു. അതെന്താ ലാസ്റ്റ് പിക്ക് കണ്ടാരെങ്കിലും? ഞാൻ വാലറന്റ് തിരിച്ച് ഗ്രൈൻഡ് തുടങ്ങി. വാലറന്റ് ഫൈനൽസും നമ്മൾ ഈ മാസം തൊട്ട് എൻ്റെ റെഗുലർ സ്ട്രീംസിൽ RDR, വാലറന്റ് ഫൈനൽസ്, GTA.
ഓക്കെ, നാളെ തൊട്ട് നമ്മൾ തുടങ്ങാണ്. വാഴ സ്പൂഫാണ് ഇത്. ഇന്നത്തെ ഫ്രണ്ട്സ് ചെയ്ത വീഡിയോ ആണെന്ന് സപ്പോർട്ട് ചെയ്യും. ഇത് ഞാൻ കണ്ടാണ് ഓൾറെഡി. ഇത് നമ്മൾ കഴിഞ്ഞ ഇതിലാണ് കണ്ടായിരുന്നു. Kids in Matters from Indonesia. He was a big fan of Cristiano and Portugal national team. In 2004, a deadly tsunami hit Indonesia, due to which Martin lost his mother, brother and his sister also. But he managed to survive and was found on a beach 21 days later, wearing a Portugal national jersey. When Ronaldo saw this news, he went to meet the kid and took the kid with himself to Lisbon. And Ronaldo sent him to school and made a house for him. Bro, സത്യമാണത്. And helped him to get into a sporting scene. And then now the kid is grown up and living his life with his ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ? എന്റെ പൊന്നോ, റെസ്പെക്ട് ബ്രോ, സത്യം. ആസ് എ മെസ്സി ഫാൻ ഹ്യൂജ് റെസ്പെക്ട്. സത്യം സത്യം സത്യം. എന്റെ പൊന്നോ, അടിയായിരുന്നോ? അടിയായോ? എടാ അടിയായോടാ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണാ ഇതെന്റെ ഫ്രണ്ട് വരച്ചതാണ്, ഒന്ന് സപ്പോർട്ട് ആക്കണേ. നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോണേ, അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങൾ സക്സസ് ആവാൻ പോണേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ആരെയും വിചാരിച്ച് ആരെയും ഇതാക്കിയും ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യം ഒരു മോട്ടിവേറ്റർ ചെയ്യാണ്ടിരിക്കും. അടിപൊളി വീഡിയോ ബ്രോ, അടിപൊളി അടിപൊളി അടിപൊളി. നന്നായിട്ട് വരച്ചിട്ടുണ്ട്. കിടിലം കിടിലം. എടാ പിയാടി വനത്തിന്റെ വീഡിയോ കാണാം. നീ കണ്ടാണോ? ഞാൻ എനിക്ക് ലിങ്ക് അയച്ചു തന്നായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. പിയാടി മൊത്തം കണ്ടില്ല. ഇതല്ലേ ഈസാനല്ലേ? പണ്ട് ഫസ്റ്റ് കണ്ടതാ. അതിന്റെ പക്ഷെ മൊത്തം ഇതൊന്നും ഓർമ്മയൊന്നും ഇല്ല. ഇവന്മാര് ടി വി പ്ലേ ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ അന്ന് എന്റെ ഗെയിമിംഗ് റൂമിൽ ടി വിയിൽ പ്ലേ ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല മൊത്തം. വാർ കഴിഞ്ഞിട്ട് കാണാം. വാർ കഴിഞ്ഞിട്ട് മതിയോ? വാർ കഴിഞ്ഞിട്ട് കാണാം. ആണല്ലേ? എന്നാ അത് 25 മിനിറ്റ് എന്തോ ഉണ്ട് ഗൈസ്. അപ്പൊ കണ്ടിന്യൂറ്റി പോകും. വാർ കഴിഞ്ഞിട്ട് കാണാം, അതാണ് നല്ല. വാർ കഴിഞ്ഞിട്ട് കാണാം. സംസാരിച്ചാ സൗണ്ട് എനിക്ക് കേട്ടിട്ട്. വാറ് പൊട്ടെ, വാറ് പൊട്ടെ. റൂമിന്റെ എക്കോ ഇതാരാണ്? പൂജയാ. ഇൻസ്റ്റഗ്രാം ID V__പൂജ. _പൂജ ID തെരഞ്ഞ് ഇനി ബാക്കിയുള്ളിടത്തൊന്നും പോയി അടിയും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. സിംഗർ പൂജ. ഇത് ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അണ്ണ ഈ പുള്ളിക്കാരി പ്ലേബാക്ക് സിംഗർ ആണോ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. പ്ലേബാക്ക് സിംഗർ ആണ്. ഓ ആണല്ലേ? ഓ അതിൻ്റെ പെർഫെക്ഷൻ ആണത്.
തമിഴ് സിംഗറാണ്. ഓ ഓക്കെ 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 ഓക്കെ. ആണ് എൻ്റെ കസിനും ഫ്രണ്ട്സും ഉണ്ടാക്കിയ സോങ് ആണ്. Shame on you, motherfucker, shame on you, motherfucker, shame on you, motherfucker, shame on you. Shame on you, motherfucker, shame on you, motherfucker, shame on you, motherfucker, shame on you. Hey, motherfucker, that's what I call them. Cases real, all this call them. Razor sound, skin I'm burning, but my race, but my brain. Independence, what they call it. We ain't got it to be honest. Satan's dick sucker, send it, evil mind is getting raped. എഴുതാം വരിയിൽ പറയണ കഥ എഴുതാം കഥയിൽ പിടിച്ചൊരു കൂട്ടം മാനവ ജാതി വിധി എഴുതാം കണ്ണില്ലാത്ത ക്രൂരത പകലിലും വിരവിലും ഒരുപോലെ അറിയണം ആർക്കും നേരിടാം മരവിച്ച കണ്ണും കാണും ലോകം ഇന്നി നീതി ദേവത കണ്ണും പൂട്ടിയിരുപ്പ നൊന്തു മരിപ്പ അവളും ജീവന. ശോകം എന്നൊന്നും പറയല്ലടാ. അവന്റെ പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ അവരുടെ ആ ഒരു ആദ്യത്തെ വർക്ക് എന്ന് പറയുമ്പോൾ നൈസ് ഒക്കെ ആണ്. നമുക്കങ്ങനെ ശോകം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ അവരെ. ബ്രോ നൈസ് സാധനമാണ്. കേറി വാ കേറി വാ കേറി വാ. എടാ പ്ലേ ആസ് ലോ ഓണർ. ഹൈ ഓണർ ഈസ് ദ ഓൺലി വേ യു ക്യാൻ പ്ലേ. നോ ലോ ഓണർ ഈസ്. എടാ ഇതിങ്ങനെ വേണ്ട. ഇതിങ്ങനെ ഞാൻ ഇതിന്റെ ഇത് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതുപോലെ കളിക്കാൻ ട്രൈ ചെയ്യും. അത് വേണ്ട. നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ പോകാം. അവസാനം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ. അതല്ലേ നല്ലത്. നമ്മൾ മറ്റേ അതിൽ കണ്ടിട്ട് മറ്റേ ഇതാക്കി കഴിഞ്ഞാൽ ശോകമാണ്. അത് വേണ്ട അത് വേണ്ട. When my account balance is 2 rupees and Chunk asks for 49 rupees data booster. ഉണ്ടച്ചി മോനെ എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്, മനസ്സിലായോ? ഞാൻ ഒന്നും പറയുന്നില്ല മയില്. നിന്നെ ടോപ്പപ്പ് പണിയും ഒന്നും പറയുന്നില്ല. പകലുള്ള മറ്റേ സൈറ്റിലും തുണ്ട് സൈറ്റിലും അതിലെല്ലാം കയറി ഡേറ്റ തീർത്തിട്ട് രാത്രിയാകുമ്പോൾ അവരൊക്കെ ഡേറ്റ ബൂസ്റ്റ് ചെയ്യാൻ വിടുന്നു. ഉള്ള ഡേറ്റയിൽ ഈ അംബാനി മറ്റേ അൺലിമിറ്റഡ് ഡേറ്റ കൊടുത്താണ് പിള്ളേരെല്ലാം വഷളാക്കിയത്. അണ്ണ ഞാൻ കുറെ ഡേയ്സ് എടുത്ത് ചെയ്ത വർക്കാണ്. വ്യൂസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. എല്ലാവരും സപ്പോർട്ട് ആക്കാറുണ്ട്. 21 ഡേ വർക്ക്. तुझे अखियों में अपने बसा लूं, तू मन फिर दिखा. വിഷയമേത് എന്തോരം എഫേർട്ട് ഇട്ടുണ്ടാവൂടാ അവനത് സാധനം വരയ്ക്കാൻ. IG unknown artist guys, do check it out. 4,900 PC ബുക്ക് ചെയ്തായിരുന്നു. 4090 PC ബുക്ക് ചെയ്തായിരുന്നു. ആടാ പൂച്ചക്കുട്ടി. ആൻഡ് ഗൈസ് നമ്മള് ഫൈനല് കളക്ട് ചെയ്ത എമൗണ്ട് 9,10,396 ഇതുവരെ നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട്. ആൻഡ് ഇത് നമ്മൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ. ആൻഡ് ഇവര് TVയിലെ മെമ്പേഴ്സ് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. അത് ബാബു ഉണ്ട് ഇവിടെ താഴോട്ടോ. ബാബു ഓ നമ്മുടെ ഫണ്ടിന്റെ കാര്യം ഒന്ന് എല്ലായിടത്തും ഒന്ന് പറഞ്ഞു. നമ്മള് TVയിൽ എല്ലാരും നേരിട്ട് പോവില്ലേ? ബ്രോ നമ്മള് നേരിട്ട് ഇപ്പൊ കറണ്ട് സിറ്റുവേഷനില് നമുക്ക് അവിടെ നേരിട്ട് പോകാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ അപ്പോ നമ്മള് പ്ലാൻ ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഈ പറയണക്ക് നമുക്കൊരു ലൈക്ക് ഇപ്പൊ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ. നമ്മളെന്തായാലും ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഫുൾ കറക്റ്റ്. കാരണം ഇപ്പൊ കറണ്ടില് നമ്മൾ അവിടുത്തെ കാര്യങ്ങളും കുറെ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കതൊരു പ്രോപ്പർ പ്ലാൻ ആയിട്ട് എല്ലായിടത്തും പറയാന്ന് വിചാരിച്ചാണ് ഹോൾഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിലല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റും ലൈക്ക് അത് അത്രയും വെർത്ത് അല്ലെങ്കിൽ ഒരാൾക്ക് അത്രയും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അത്രയും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വിളിച്ചപ്പം അവിടെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളും എല്ലാം ഡെയിലി ക്യാമ്പുകളിൽ എത്തുന്നുണ്ട്. പുറത്തുനിന്ന് ആരുടെ വേണ്ട. പിന്നെ അവിടുത്തെ വേറെ കുറെ കാര്യങ്ങളായിട്ട് അവിടെ ആരെയും ഇങ്ങനെ പുറത്തുനിന്ന് ആരെയും മീൻസ് കേറ്റുന്നില്ല, അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. സോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നേരിട്ട് പോയി എപ്പോഴാണ് ചെയ്യാനൊരു സിറ്റുവേഷൻ കിട്ടുന്നത് അപ്പൊ ചെയ്യാന്നുള്ള പ്ലാനില്
പിന്നെ 1-2 പ്ലാൻ ഉണ്ട്. അത് ഇവിടെ നമുക്ക് ഓഫ്ലൈനിൽ 1-2 പ്ലാൻ ഞാൻ ഇന്ന് അതാണ് പറഞ്ഞത്. ഇന്ന് ഇതും കൂടെ കഴിഞ്ഞ് അതും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പറയാം. ഓക്കെ നമുക്ക് അത് ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഓക്കെ. പയ്യൻ പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാ ഐ ഡി വിഷ്ണു ബെയിൻ. കാതങ്ങൾ കടന്ന് നേരങ്ങൾ മറന്ന് കണ്ണിനുള്ളിൽ അങ്ങ് തീയങ്ങ് പറന്ന് നെഞ്ചിനുള്ളിൽ അങ്ങ് താളങ്ങൾ മറന്ന് മണ്ണിനുള്ളിൽ അങ്ങ് പേരങ്ങ് പടർന്ന് വിണ്ണിനുള്ളിൽ അങ്ങ് പ്രണയം തകർന്ന് മാനമേലയത് കണ്ണീര് പടർന്ന് എടാ കോൾ തൊപ്പിന്ന് ഇത് ചാറ്റിലെന്താ അടിയോ ഗൈസ്? അങ്ങനെ തൊപ്പിയായിട്ട് ഞാൻ അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല ഗൈസ്. സീരിയസ് ആയിട്ട് ഞാൻ തൊപ്പിയായിട്ട് അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. ഞാൻ അവൻ്റെ അടുത്ത് ഇതുവരെ വിളിച്ച് ഞാൻ അവൻ്റെ അടുത്ത് അവനാണെങ്കിൽ സീക്രട്ട് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബാക്കിലോട്ടാണ്, അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് പറയാഞ്ഞത്, വേറൊന്നും അല്ല. അവനിപ്പോ കുറെ ദിവസമായിട്ട് ലൈവ് ഒന്നും വരുന്നില്ലല്ലോ, അറിയത്തില്ല അവിടെ ഉണ്ടോന്ന്. ആളെവിടോ പോയേക്കുവാണെന്നാ തോന്നുന്നേ. തോന്നുന്നേ ഈജിപ്റ്റ് പോയേക്കല്ലേ? ഈജിപ്റ്റ് പോയേക്കോ തൊപ്പി? ഈജിപ്തിലോ? ഈജിപ്തില് റീലെന്തോ ഇട്ടായിരുന്നല്ലോ. റീലെന്തോ ഇട്ടായിരുന്നു, ഈജിപ്റ്റ് വ്ളോഗ്സ് ഓണെന്നും പറഞ്ഞു. ഓ അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ എന്തായാലും. അണ്ണാ ഈ വീഡിയോ കണ്ടന്റ് എന്ന രീതിയിൽ എടുത്തതല്ല, ഒരു മെസ്സേജ് എല്ലാവർക്കും തരാൻ വേണ്ടി മാത്രമാണ്. സോ ആരും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എടുക്കരുത്. ഷെയർ ആൻഡ് ലെറ്റേഴ്സ് പണിക്കാൻ പറ്റില്ല. എന്തേലും കേക്കുന്നുണ്ടോ? കഴിച്ച് വീട് എന്റെ പൊന്നോ, നന്നായിട്ട് ചെയ്തടാ, അടിപൊളിയായിട്ട് ചെയ്തു കേട്ടാ. തുടക്കം കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മള് പറയില്ലേ തുടക്കം വെച്ച ആ ഒരു അത്രയിടത്തെ സൗണ്ട് കുറച്ചൊന്ന് അടിപൊളിയാക്കിയിരുന്ന കിടിലോ വിഷയം വീഡിയോ കേട്ടോ. ഇതൊക്കെ എന്ത് സ്കിപ്പ് ചെയ്യാൻ, ഇതൊക്കെ കാണേണ്ട വീഡിയോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് 2 ദിവസത്തെ മുമ്പത്തെ ലൈവില് നമ്മുടെ ചാറ്റ് സെക്ഷനിൽ കുറച്ച് പിള്ളേരുടെ കമന്റ്സ് കണ്ടായിരുന്നു ഗൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കമന്റിൽ പറയണതെന്ന് പറഞ്ഞാൽ, അണ്ണാ എൻ്റെ സ്കൂള് മുല്ലപ്പെരിയാറിന്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞായിരുന്നു. എന്തോ സെന്റ് ജോസഫോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു സ്കൂളിന്റെ പേര്. എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ് എന്നുള്ളൊരു രീതിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേടി, അല്ലെങ്കിൽ പിള്ളേരിലാണേലും എല്ലാവരിലും ഉള്ള ഒരു പേടിയൊക്കെ മാറ്റേണ്ട ഒരു സമയമായി ഇപ്പോൾ. അത് എല്ലാവർക്കും നമുക്ക് പബ്ലിക്കിന് ഇപ്പൊ ഇത് പൊട്ടുവോ പൊട്ടത്തില്ല അതൊന്നും അല്ല നമ്മുടെ ചോദ്യം. എന്നാലും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടേണ്ട സമയമായി നമുക്ക്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു പേടി ഉണ്ടാവും, നമ്മുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു സാധനത്തിനെ പറ്റി. അപ്പൊ അവർക്കും ആ ഒരു പേടിയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇതിന്റെ എന്താണ് പ്രോപ്പർ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നുള്ളൊരു അപ്ഡേറ്റ് എങ്കിലും പ്രോപ്പറായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ശരിക്കും പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേ നമുക്ക് നോക്കാം
ഇതിനെതിരെ കണ്ടന്റുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇതിനെതിരെ കണ്ടന്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാരെ ഭീതിപ്പെടുത്തി എന്നുള്ള രീതിയിൽ കേസൊക്കെ ആവും. അത് വേറൊരു സീനാണത്. സീരിയസ് ആയിട്ട് ഇതിനെതിരെ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമില്ല. ആര് ചെയ്താലും അത് ഇനിയിപ്പോൾ ആരെ വരുന്ന ആര് ചെയ്താലും അവർക്ക് ഒരു പണി കിട്ടുമെന്നല്ലാതെ വേറെ വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഒരു നല്ല തീരുമാനം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉടനെ ഉണ്ടാവും എന്ന് വിശ്വസിക്കും. അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഡാം അതെങ്ങനെ റിപ്പയർ ചെയ്യും? അപ്പുറത്ത് വെള്ളമല്ലേ ഫുള്ള്, അപ്പൊ അതെങ്ങനെ? ഡാം റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഡീകമ്മീഷൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് ഒന്നെങ്കിൽ പുതിയത് ബിൽഡ് ചെയ്യുക, തൊട്ടപ്പുറത്തോ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് പയ്യെ സാധാരണ ഡാം ഒക്കെ റീബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാല് അതിന്റെ ഫ്രണ്ടില് വേറെ ഡാം പണിതിട്ട് പയ്യെ വെള്ളം അതിലോട്ട് നിറച്ച് അങ്ങനെയാണ് ചെയ്യണം. വേറെ കുറെ ഡാം റീബിൽഡ് വീഡിയോ ഒക്കെ ഉണ്ട്, കണ്ടു നോക്കിയാൽ മതി. പക്ഷെ അത് നടക്കൂലെന്നാണ് പറയുന്നത്. 0.5 എന്തോ ഇത് മതിയല്ലോ, ഭൂമി ഒലുക്കം മതിയല്ലോ ഇത് പൊട്ടാൻ. അങ്ങനെന്തോ എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. എനിക്കും പേടിയാവണം സത്യം പറഞ്ഞ. ഗൂഗിൾ മാപ്പ് നോക്കി ഡാം കനോട്ട് ബി റിപ്പയർഡ്, ഇറ്റ് ക്യാൻ ബി ഡീകമ്മീഷൻഡ്. അതെ. ബ്രോ എനിക്കൊരു പടം വരച്ച് തരാൻ പറ്റുമോ ബ്രോ? ഇതെന്റെ ഫാമിലിയാണ്. അപ്പം നിങ്ങൾ നാളെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആക്കണം. നിങ്ങളൊരാളല്ലാത്ത ഒരാളുടെ വീഡിയോ ഒരിക്കലും വാസുവിന്റെ ഡിസ്കോഡിൽ വരുവാണ്. എന്തോടാ ഇത് ആരാ പറയണേ? ഇതെന്റെ ഫാമിലിയാണ്. അപ്പം നിങ്ങൾ നാളെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആക്കണം. നിങ്ങളൊരാളല്ലാത്ത ഒരാളുടെ വീഡിയോ ഒരിക്കലും വാസുവിന്റെ ഡിസ്കോഡിൽ വരുവാണ്. മീൻസ് എനിക്ക് ബ്രോനെ വിശ്വാസമാണ്. കിടിലം ഹരികൃഷ്ണൻ നമ്മുടെ ചെറുക്കൻ. ടോപ്പിക് വിട്ട് ഓൾഡ് ബൂട്ട് ക്യാമ്പ് എന്ത് രസമായിരുന്നു അറിയോടാ ഈ ഇത് ലോക്കിയാണ്. ഇത് നമ്മുടെ ലോക്കി, ഇത് എക്സ്പെയിന്, ഇത് ഇവോ, ഇത് ഞാന്, ഇത് ബ്ലേഡ്, ഇത് കോച്ച് കില്ല. ഇത് ദ ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു സത്യം പറയാലോ. It's highly complicated, bro. Even the government knows the risk and create a panic situation. I think that's the reason it's under Supreme Court decision. അതെ. Content making. ഇത് നമ്മളന്ന് കണ്ട വീഡിയോ അല്ലേ ഇത്? ഓർമ്മയുണ്ടോ? നമ്മളത് നമ്മൾ കണ്ടിട്ടത് മനസ്സിലാവാതെ ചെക്കൻ 50K. എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടാവും. 1000 to 7000 സബ് ജസ്റ്റ് ഇൻ 2 days. എത്രയെന്ന് 50,000 ഓവറായോ? എടാ 50,000 ഓവറായല്ലേ? അയ്യോ അത് കേട്ടില്ല ഗൈസ്. ആ ഒരു ഇനിഷ്യൽ പുഷ് ആ പയ്യൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് പറയണം കേട്ടോ. സത്യം പറയാലോ ഗൈസ്, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പയ്യൻ. നമുക്ക് കളറായിട്ടൊരു ഫോട്ടോ പിടിച്ചാലോ? Why do we feel the need to take photos and videos? I think part of it has something to do with this fear of losing a memory. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത് ഈ ക്യാമറ. People take pictures of the happy moments in their lives. Photographs are framed memories. ഒരു ചെറിയ ആൽബത്തിൽ സൂക്ഷിക്കാൻ നല്ല കുറച്ച് ഓർമ്മ. ഞാൻ എൻ്റെ ഒരു വിഷമം പറയട്ടെ ഗൈസ്, ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു കൊടുക്കും. എനിക്ക് ഒരു ഫോട്ടോ പോലും ഇല്ല. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എൻ്റെ എല്ലാ പോസ്റ്ററുകളിലും പണ്ടൊക്കെ എപ്പോഴോ എടുത്ത ഫോട്ടോകളാണ്. എൻ്റെ ഫോട്ടോ ആരും എടുക്കത്തില്ല. ഞാൻ പക്ഷെ അതിന് നിന്നും കൊടുക്കാറില്ല. എനിക്ക് അതിന് ഭയങ്കര മടിയുമാണ്. പക്ഷെ ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു കൊടുക്കും.
ഒന്നിലും ഞാൻ ഉണ്ടാവില്ല. A magical moment in our lives happening and us not having a permanent version of it in the form of a photo. Out of this sort of uncomfortable fear that if we don't get it in photo version, video version, then it'll be gone forever. They tell us more about ourselves than we realize. Good old days. സത്യല്ലേ? അൺപെയ്ഡ് ഫോട്ടോഗ്രാഫർ. അതൊക്കെ ഞാനൊക്കെ എന്തോരം ഫോട്ടോ. അല്ലടാ, ക്യാമറ മേടിക്കാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതൊരു സമയത്ത് മറ്റേ ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യമായിരുന്നു. ഒരു ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യവും അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു ക്യാമറ. ഈ ക്യാമറ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒരു പ്രത്യേക സന്തോഷമാണ്. നിങ്ങളിവിടെ ക്യാമറ ആഗ്രഹിച്ചിരിക്കണ എല്ലാവരുടെയും ഇത് ഉടനെ തന്നെ നടക്കും, ഉറപ്പാണ്. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്കൊക്കെ ഉടനെ നിങ്ങൾ ആഗ്രഹിച്ച ക്യാമറ കിട്ടും. അതിനുള്ള ഇതൊക്കെ ഉണ്ടാവട്ടെ. അണ്ണാ സരക്കണ്ണന്റെ ചെറുപ്പത്തിലെ വീഡിയോ പോണ എന്തൊരു ലഡു എടുത്ത് വെച്ചേ. ബ്രോ ഫ്ലെക്സിങ്. എടാ പിള്ളേരൊക്കെ നോട്ടീസ് ചെയ്യണ കാര്യം കണ്ടോ നിങ്ങള്? ഈ പ്രായത്തിലൊക്കെ ജോലൈൻ ഇതാക്കാന്ന് പറഞ്ഞാലേ, ഈ പ്രായത്തിൽ ജോലൈൻ എന്താണെന്ന് അറിയോ നിങ്ങൾക്കൊക്കെ? എനിക്കറിഞ്ഞൂടാ, അതാണ് ഞാൻ ആലോചിക്കണത് അല്ലേ. പക്ഷെ എന്റെ പള്ളി പിള്ളേരൊക്കെ മാറ്റേ. ശ്രീരാജ് ഇത് മോഹൻലാലിനെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാന് ഗുജറാത്തിലെ മൂലി എന്നുള്ള സ്ഥലത്താണ്. ഞാൻ വരച്ച പടം കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. മോനെ ലാലങ്കളാണ്. എന്തിലാ വരച്ചിരിക്കുന്നത്? ഞാൻ ചോക്ക് കൊണ്ടാണ് സാറേ വരച്ചത്, ഭിത്തിയിലായിരുന്നു. ഓഹോ, എവിടെ വോളിലോ? അതെ വീടിന്റെ സൈഡില്. എവിടെയാണ് വീട്? ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരിയില. ഒരുപാട് സന്തോഷം, വളരെ നന്നായിട്ടുണ്ട്. ദിവസം റിലീസ് ഡേയിലെന്ന് നാട്ടിൽ വരുമ്പോ ഒരിക്കൽ കാണാം. തീർച്ചയായും സാറേ. താങ്ക് യു സോ മച്ച്. എന്ത് ഡീറ്റെയിൽ എന്റെ പൊന്നോ. വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചല്ലോടാ, അത് തന്നെ വലിയ കാര്യം. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതുപോലെ വരച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇതുപോലെ വരയ്ക്കുന്നതിന്. അതെ നീ പണ്ട് വരച്ചായിരുന്നെങ്കിൽ നിന്നെ വീട്ടിൽ കയറി വരച്ചേനെ നിന്നെ. അത് ഞാൻ വരയ്ക്കുമായിരുന്നു. ഓ, ഇത് വയലിൻ കഥ തന്നെ കേട്ടാ. വയലിൻ കഥ വയലിൻ കൊണയ്ക്കോന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വർഷമാണ് 8 വർഷം 9 വർഷം വയലിൻ തൊട്ടിട്ട്. എടാ 9 വർഷം മുമ്പ് നീ വയലിൻ വായിക്കുമായിരുന്നാണോ നീ പറയണേ? ഓ, ഞാൻ അത്രല്ല 1 വർഷം പഠിച്ചോണ്ടായിരുന്നു. മറന്നു വേണ്ട, എല്ലാം മറന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് പിടിക്കുന്ന ഒരു ഇത് എങ്കിലും ഓർമ്മ വരൂലേ? പിടിക്കാൻ പോലും അറിഞ്ഞ എനിക്കെന്താ തലയ്ക്ക് ഓളം അവര് വയലിൻ മേടിച്ച് വീട്ടിയൊക്കെ. അനിയന്റെ വല്ല ആയിരിക്കും. നീ കെപ്പി കച്ചവടം തുടങ്ങിയോടാ? കാശുള്ളവർക്ക് മാത്രം. അതല്ലേ കാശാൻ തരാം. എനിക്കോടാ ആ കിടക്കുന്നേക്കാണ് ഇതൊക്കെ പെണ്ണ്. എങ്കിൽ ഒരു 4 ആണിനെയും ഒരു പെണ്ണിനെയും കൊടുത്താ. 4 ആണിനെയും ഒരു പെണ്ണിനെയും കൂടെ ഒരു കവറിലിട്ടാ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്, അതിൽ ഊന്നിയാണ് എന്റെ മത്സ്യകൃഷി. നീ എന്തോടെ പറയുന്നു? അവിടെ രാത്രിയൊക്കെ ഇരുന്ന് ഓരോ വീഡിയോ കണ്ടിട്ട് പകലും മീൻ മേടിക്കാൻ പറ്റും. രാത്രി വീഡിയോ കണ്ടിട്ട് പകലും മീൻ
മീൻ മേടിക്കാൻ വന്നേക്കുന്നു ഇജാതി സാധനമൊക്കെ പണ്ടൊക്കെ മീൻ വളർത്തുന്ന ഒരു വിഷയമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ വീട്ടിൽ തൊടിയൊക്കെ ഉണ്ടോ മീൻ വളർത്തിയപ്പോൾ? എല്ലാം ചത്തു. ലാസ്റ്റില് എനിക്കത് കേസാണെന്ന് മനസ്സിലായിട്ട് ഞാൻ ഒരു മിണ്ടാപ്രാണിയെ പിന്നെ കൊല്ലാതിരിക്കാൻ നോക്കിയിട്ടുള്ളൂ. ഞാൻ എപ്പോ വളർത്തിയാലും മരിച്ചു കൂടാതെ, എപ്പോ വളർത്തിയാലും അത് മരിച്ചു. എന്റെ വീട്ടിൽ 10,000-10,000 ഗപ്പിയും സാരികളൊക്കെ TVA എന്ന് പറയുന്ന ഈ ഒരു ഗ്യാങ് ഇവിടെ നിലനിൽക്കുന്നതിന് ഒരു കാരണമുണ്ട്. പേട് പോലെ മതി അറിയണം. ശരിക്കും ഉണ്ടല്ലോ എല്ലാരും നിർത്തി. എത്ര പേരാണല്ലോ അതിന് ബാബു എത്ര കാശ് കൊടുത്തെന്ന് പറഞ്ഞാലും ഞാൻ പറയാം. ഇപ്പൊ കാണിച്ച ഫ്രെയിംസ് ഇല്ലേ, എനിക്ക് രോമാഞ്ചം വൈര്. സെലക്ഷൻ കൊള്ളാലോ അണ്ണാ. ഇപ്പൊ കാണിച്ച ഫ്രെയിംസ് ആണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആർപികൾ, സത്യം പറയാം. ഇത് നമ്മളെ കണ്ട വീഡിയോടാ, മറ്റേ ഇവനെ. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. അത്ര വെള്ളമൊക്കെ കൊടുത്ത് മറ്റേത് വന്നിട്ട് കണ്ടത്. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. എന്റെ ആളിയ ഇതൊക്കെയാണ് പഴയ സാധനങ്ങൾ. ഇന്നലെ സിറ്റിയിൽ വരാത്ത എന്താന്ന് പറഞ്ഞ് രാത്രി തള്ളക്കി വിളിച്ചപ്പം എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെ എണ്ണീറ്റിട്ട് കണി കാണുന്ന ഇതാണ്. വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോ ആദ്യത്തെ മെസ്സേജ് ഞാൻ കണ്ണാപ്പി തീട്ടം എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് വാട്സപ്പില്. ഞാൻ നോക്കിയപ്പോ രാവിലെ എണ്ണീറ്റപ്പോ ഫസ്റ്റ് വന്ന മെസ്സേജ് കണ്ണാപ്പി തീട്ടം. ഈ വീഡിയോ ഇതാണ് എനിക്ക് വന്നത് രാവിലെ. കണ്ടോ സാധനം കണ്ടോ? അല്ലല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഗൈസ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് എഡിറ്റ് ചെയ്ത ആള് കൊടുത്തതാണെന്ന്. അല്ല, ഇത് അവന്റെ റൂമിൽ പ്ലേ ചെയ്തേക്കുവാ. ഇതിന്റെ റൂമിൽ പ്ലേ ചെയ്തേക്കുവാ പാട്ട്. എന്നിട്ടാണ് വീഡിയോ എടുക്കണത്. അല്ല ഇതൊക്കെ ഇതൊന്ന് മോട്ടിവേഷൻ വീഡിയോ ഇതിനെ കാണുന്നില്ല, എഫേർട്ട് കാണുന്നില്ലേ? നമുക്കാരുമില്ലല്ലോ അണ്ണാ, നമ്മളൊന്നും ഒറ്റയ്ക്കല്ലേ. ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നല്ലേ. ശീലമുണ്ടോ? ശീലം നമ്മളൊറ്റയ്ക്കാ, നമ്മളാർക്കും വേണ്ടല്ലോ. ഈ കഴിവേറി അങ്ങ് കാണുമ്പോ തന്നെ എനിക്ക് അങ്ങ് പൊളിഞ്ഞു കയറും. പിന്നെ ഇന്ന് നല്ലൊരു ദിവസം ആയതുകൊണ്ട് ഈ പൂണ്ട ഞാൻ ചീത്ത വിളിക്കുന്നില്ല ഇവനെ. Defender is on another level. Brother, all these bad boys, most aggressive sounding car you have. Defender. A Defender being loud? Very loud. What do you mean a Defender being loud? It's like a Nissan Sunny beating a Ferrari. Is it Defender Mansory or not? Aggressive sounding car you have. Defender. A Defender being loud? Very loud. What do you mean a Defender being loud? It's like a Nissan Sunny beating a Ferrari. Does not make sense. The sound will beat the G-Class. This sound will beat the G-Class. Sounds like a road ranger. Seen such. ഡിഫൻഡറിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ എക്സോസ് നോട്ടൊക്കെ കൊടുക്കണേ? എന്റെ പള്ളി വിഷയം കേട്ടാ വിഷയം. ഇവിടെ കുറെ ഉണ്ട് കൈസ്. ഇവിടെ ദുബായിൽ നിങ്ങൾ കാണണം. ഇവിടെ മാൻസറി കിറ്റ് ചെയ്തിട്ടുള്ള
ഇത് അതിനങ്ങനെയല്ല മാൻസറി എന്നാണോ മൻസൂരി എന്തോ പറയണം മാൻസറി എന്ന് പറയുന്നത് വണ്ടി കസ്റ്റം കറക്റ്റ് എങ്ങനെ പറയണത് മാൻസറി എന്നാണോ മൻസൂരി മാൻസറി തന്നെയല്ലേ മാൻസറി ചെയ്ത കുറെ ഇതുണ്ട് ഇവിടെ G-Wagon ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ മറ്റേ ലെംബോയും അതുപോലെ തന്നെ ലെംബോഗിനി ഊർസ് കുറെ ഉണ്ട് ഊർസും കുറെ ഉണ്ട് ഇത് ഇവര് വൺസ് ഇവര് ഈ കസ്റ്റം ചെയ്യണ ഇവര് വണ്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷോറൂമിലല്ല ഇതിന്റെ സർവീസ് മാൻസറി കൊണ്ട് കൊടുക്കണം എന്നാലേ സർവീസ് മാൻസറി എന്ന് പറഞ്ഞാൽ ഒരു ഷോറൂം അതെ 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 അവിടെയാണ് പിന്നെ സർവീസസ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഏത് വണ്ടിയാണോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അത് അതിന്റെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല അവിടെ തന്നെയാണ് അതിന്റെ സർവീസ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ബോഡി പാർട്സ് മാത്രമായിരിക്കും ഇവർ മാറുന്നത് ഇവർ ബോഡി പാർട്സ് മാത്രമല്ല മാറണേ എഞ്ചിൻ പെർഫോമൻസ് അടക്കമാണ് അവർ ട്യൂൺ ചെയ്ത് തരുന്നത് വിഷയം സാധനമാണ് അവരുടെ എപ്പോ കണ്ടാലും നോക്കിയിരുന്നു പോകുന്ന ആട് നമ്മള് കൊറേ കണ്ടതാടാ സീമാറ്റിയുടെ ആട് എന്താടാ അത് ഒരു സ്ഥലം മൊത്തം അവിടുത്തെ വീടൊക്കെ കണ്ടാ അങ്ങനെ ഒരു നാടൻ ഇല്ലാണ്ടായിപ്പോയി എന്റെ പൊന്നോ പേടിയാവണല്ലേ എന്റെ അമ്മ ഇതൊക്കെ എന്താടാ ശരിയാ ആർട്ടിസ്റ്റ് പ്രണവ് അനൂപ് അതാരി അതാരി മുകുന്ദൻ എന്ത് മറ്റേ ഫോട്ടോ ഒന്ന് എടുക്കണം അണ്ണാ കണ്ണിന്റെ അപ്പുറത്തുള്ള പുള്ളിയുടെ ഫോട്ടോ എടുക്കോ അത് അപ്പുറത്ത് പേരെന്തരം പറഞ്ഞോടെ അല്ല അതിന്റെ പേരെന്താ കെവിനെ എണ്ണം പോലെ പേര് പറ ഇത് നമ്മളെ തലപതി കമലഹാസൻ എനിക്കറിയാം ഗൂഗിൾ ലെൻസ് വർക്ക് ആവാൻ കുറച്ച് സമയം എടുത്തല്ലേ നമുക്കറിയാവേ ഫസ്റ്റ് പോയി കാണുന്ന ബ്രോ ആർട്ടിസ്റ്റ് പ്രണവ് അടിപൊളി 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 കെവിനെ നീ എന്തോടാ പറഞ്ഞേ തലപതി വിക്രം കുട്ടിയാൽ എന്താ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞുതരാം മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളമാണുള്ളത് 15 TMC വെള്ളം പൊട്ടി വരുന്ന പ്രകൃതിശക്തികളുണ്ടെങ്കിൽ ഹിരോഷിമയിലിട്ട ബോംബിന്റെ 180 മടങ്ങാണ് ഇത് നേരെ ചെല്ലണത് താഴെയുള്ള ചെറു ഡാമുകൾ ഇടുക്കി ഡാമും എല്ലാം കൂടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 TMC ഞാൻ നിങ്ങളെ ഇത് കാണിച്ച് പേടിപ്പിക്കണോ വെറുതെ എന്തിനാ വേണോ വേണ്ട ശരിയാവൂല്ലോ നമുക്ക് തൽക്കാലം പോസിറ്റീവായിട്ട് ചിന്തിക്കാം അതല്ലേ നല്ലത് നിങ്ങളെ ഞാൻ വെറുതെ പേടിപ്പിക്കുന്നില്ല അതല്ലേ നല്ലത് മാറ്റട്ടെ അല്ലല്ല എന്തായാലും സുപ്രീം കോടതി വിധി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ അത് ഞാൻ കാണിച്ച് പാനിക് ആക്കുന്നില്ല വെറുതെ അത് എന്റെ മനസ്സിലും നല്ലൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് മെൻഷൻ യുവർ സൂപ്പർ എക്സ്ട്രോവേർട്ട് ഫ്രണ്ട് അനുഷ എത്ര മാസങ്ങളായിട്ട് കരാട്ട പരിശീലിക്കുന്നുണ്ട്? ഞാനൊരു 5 മാസങ്ങളായിട്ട് കരാട്ട തുടങ്ങിയിട്ടാണ്. പിന്നെ എനിക്ക് യെല്ലോ ബെൽറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബെൽറ്റ് കിട്ടില്ല, ഞാൻ പൈസ കൊടുത്തില്ല. എനിക്ക് നല്ല ഇതുണ്ട്, ഒരു സാർ തന്നെ പറയുന്നുണ്ട് എനിക്ക് നല്ല ഇതുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഭാവിയിൽ? ആ ഉണ്ട്. ഓക്കെ, അത് കുറച്ച് കാണിക്കുമോ അതിന്റെ ഭാഗം? ഇതെന്താ ഗെയിമിനെ? കരാട്ട അത് മിഡിൽ പഞ്ച് എന്നാണ് ഇങ്ങനെ പറയുന്നത്. മിഡിൽ പഞ്ച്. അല്ല, ഇതും എക്സ്ട്രോവേർട്ടും തമ്മിലുള്ള ബന്ധം അത് മറ്റേ പറഞ്ഞപ്പോ തന്നെ സ്പോട്ട് ചെയ്തില്ലേ, അതായിരിക്കും ഉദ്ദേശിച്ചത്. ഇതൊന്നും ഒരേ 5 പേപ്പർ വരയ്ക്കണ
ഒരു പേപ്പർ വരയ്ക്കാൻ പറ്റണില്ല, അപ്പോഴാണ് 5 പേപ്പറിൽ. ബ്രോ കൊള്ളാം ബ്രോ, നൈസ്. ദൃശ്യം ശ്രീ, നൈസ് 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 നൈസ്. മോന്റെ പേരെങ്ങനെയാ? ആയുഷ് കൃഷ്ണ. ആയുഷ് കൃഷ്ണ. എത്ര വയസ്സ്? 2.5 വയസ്സ്. 2.5 വയസ്സ്. ഇതെങ്ങനെ ഇതിലൊരു സ്കില്ലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? അവന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ. ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പം നമ്മള് എഴഞ്ഞൊക്കെ തുടങ്ങുമ്പം ചുമ്മാ ഒരു പാട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇങ്ങനെ താളത്തിൽ വായിക്കുന്ന പോലെ തോന്നി, അങ്ങനെ പാടിക്കൊടുക്കും, അങ്ങനെ ഒത്തും. കാരണം എന്താ വെച്ചാൽ ഇവരുമായിട്ടൊന്നും യാതൊരു റിഹേഴ്സലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങ് സിങ്കായി. കാരണം ഒത്തിരി റിഹേഴ്സലൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ലല്ലോ. എന്തിന്റെ ആയുഷ് എത്ര വയസ്സ്? 2.5 വയസ്സ്. 2.5 വയസ്സ്. ഇതെങ്ങനെ ഇതിലൊരു സ്കില്ലുണ്ടോ? ഒത്തിരി റിഹേഴ്സലൊന്നും എടുക്കാൻ സമയം കിട്ടി ഇവിടെ ട്യൂണിങ് ഇവിടെ. ഇവർ തുടക്കം പറഞ്ഞ സ്കില്ലിതാണോ? ഇത് നമ്മളെ ഗ്യാങ്ങിലുള്ള പയ്യനാ ദാമുന്റെ റിസ്. 1 minute ear cleaning. ഇത് എനിക്ക് പെരുത്തങ്ങ് വരും. നിങ്ങളൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടോ? ഇതിനായാ മതിയായിരുന്നു. മിണ്ടാതിരിയടാ. There's definitely some blockages there. One moment. Just relax. Some compound V in your ear here, just to wash out that. Alright, your ears are all cleaned. Thanks for watching. എന്നെ അറബി കണ്ണു മിക്കവാറും. എന്ത് എന്തോ ചെയ്ത? എടാ എന്റെ ചെവിക്കകത്തോട് ഭയങ്കര അടിച്ചു കയറിയടാ എന്റെ അളിയാ. എടാ നിങ്ങൾക്ക് ആ ലാസ്റ്റ് വന്ന സൗണ്ട് നിങ്ങൾക്കാരും കുഴപ്പമൊന്നുമില്ലായിരുന്നോ? മറ്റേ ഒരച്ചയാണോ ഒരച്ചത്? അതെനിക്ക് എന്താ താങ്ക് യു ഫോർ ദ സർവീസ് എന്നാന്ന്. എന്നെ ഇപ്പൊ അറബി കൊണ്ടുവന്നെ, ഞാൻ വലിച്ചു കയറിയുണ്ട് അലറി ഇല്ലായിരുന്നു. എടാ പോടാ, എനിക്ക് ഭയങ്കര സൗണ്ട് കയറി. എന്റെ ഈ ഹെഡ്ഫോൺ കണ്ടോ നിങ്ങള്? എന്റെ ഈ ഹെഡ്ഫോൺ ഇന്നിയറാ. ഇത് ഭയങ്കര സീനാണ് ഇതിന്റെ ശബ്ദം. നിങ്ങൾ വിചാരിക്കണം സൗണ്ട് അല്ല, ഇതുണ്ട് അതിന്റെ കൂടെ ഫുള്ള് സൗണ്ട്. ഇതുണ്ടോ 90 കിടക്കണം, 90. അണ്ണാ ഞാൻ +2 കഴിഞ്ഞിട്ട് പാർട്ട് ടൈമിന് പോയി അണ്ണന് സൂപ്പർ ചാറ്റ് അയക്കാൻ 100 രൂപ. പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് 100 ആടാ മൈര കിട്ടുന്നത്. പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതിന് ഫുള്ള് പൈസ അയക്കണം, മനസ്സിലായോ? 100 രൂപ അല്ല കിട്ടുന്നത്. പാർട്ട് ടൈം ജോലിക്ക് പോയാൽ എന്തായാലും കുറഞ്ഞത് നീ ഉച്ച കഴിഞ്ഞ് പോയാലും ഒരു 300 കുറഞ്ഞ കിട്ടും. നീ 100 കുണുവ അണ്ണനെ പഠിക്കാൻ നോക്കണം. അണ്ണാണെങ്കിൽ നീ പഠിക്കാൻ നോക്കുന്നത് മൈര. കുണ്ണയില്ലാത്ത പരിപാടിയാണ്. Bro becoming famous by hitting silver. Bro, what is aura? Giving up keys, giving up, please. Sip my drink, boy, I got your bitch all in knees. They know I'm a big boss, got a big boss in this bitch. They know I'm a big talker, have my big body and that shit. Know it's happening, bitch. R.I.P. Bitch, they die. Turn the light on at my side. Bitch, all the lights off for you. വെടിവെപ്പ് അത് സിൽവർ അടിച്ച് നിന്ന നിപ്പിനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. എനിക്ക് ടാർഗറ്റ് ഷോട്ട് എവിടെ കടിച്ചു താഴെ വെക്ക. പച്ച പച്ച എവിടെ ബുള്ളറ്റ് കൊണ്ട് കുറച്ചുകൂടി വിത്തൗട്ട് എനി ഗിയർ. ഓ ഓക്കെ ഓക്കെ, വിത്തൗട്ട് അയൺ പ്രൊട്ടക്ഷൻ ഇല്ല. ഓ അങ്ങനെ ഓക്കെ 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 മനസ്സിലായി. ടാർഗറ്റ് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്നൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം. ഇത് നമ്മളെല്ലാരും കണ്ട വീഡിയോ ആണല്ലോ. കുറെ പേര് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് നമുക്കെതിരെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം
ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി ചെയ്തതല്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പൊ കുറെ പേര് അത് ചർച്ചയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ പേടിയാ. സത്യം പറയാലോ ഗൈസ്, സത്യം പറയാലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ പേടിയാ. നമുക്കുണ്ടായിരുന്ന ഒരു എക്സ്പോഷർ ഇല്ലേ, എനിക്ക് എപ്പോഴും അതിൽ നിൽക്കാനാണ് ഇഷ്ടം. ഇങ്ങനത്തെ എക്സ്പോഷർ, പബ്ലിക് എക്സ്പോഷർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വായിന്ന് വീഴുന്ന ചെറിയൊരു കാര്യം പോലും കൺവേർട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കി കളയും. അതാണ് ഔട്ട്സൈഡ് ദ ഗെയിമിംഗ് ഓഡിയൻസിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രശ്നം. നമ്മൾ ഗെയിം നല്ല സ്ട്രീം കാണുന്നവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ട്രീമിലെ രീതികൾ, നമ്മുടെ ഇതെല്ലാം എങ്ങനത്തെയാണെന്ന് അറിയാൻ പറ്റും. ഈ പുതിയതായിട്ട് വെളിയിൽ കാണുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഇട്ട് ഇന്നിപ്പോൾ ഈ പറയണ സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരൊക്കെ നാളെ അതിനെതിരെ പറയും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പേടി. എനിക്ക് ഔട്ട്സൈഡ് ദ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഗെയിമിംഗ് ഓഡിയൻസിന് പുറത്തൊരു റീച്ച് ഞാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്കത് വേണ്ട. അത് ഭയങ്കര ശോകമാണ് സത്യം പറഞ്ഞു. കുറെ വട്ടം അത് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ട്, പല ആൾക്കാർക്കും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. വിഷയം സോങ് മേക്കിംഗ്, ഇതിനൊക്കെ റീച്ച് എങ്ങനെയാ കുറയുന്നേ? ഞാൻ പണം നനവേറെ തന്നിട്ടും മുറ്റത്തെ പൂമുട്ടിൽ പുഞ്ചിരി വെയിൽ വന്നു തലോടിയിട്ടും ഭൂമിയെ മൂടും. കൊള്ളാം 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 കൊള്ളാം, അടിപൊളി 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 അടിപൊളി. അതെന്താ നോട്ട് മൈ ഫോൾട്ട്, മോമി ഈസ് ബെറ്റർ ദാൻ യു. ഇതെന്താ ഇങ്ങനെ കയ്യില് കുഞ്ഞാണോ? കൊച്ചിനെ വിളിച്ചോണ്ട് ഇനി എന്റെ അവസ്ഥ ഇതൊക്കെ ആയിരിക്കുമല്ലേ? അതെ, ഇതൊക്കെ തന്നെയാണ് കൺഫേം. ഇതാണ് ലൈവിലൊക്കെ എങ്ങനെയാണ് കൺസോളിലൊക്കെ ഇങ്ങനെ എയിം ചെയ്യുന്നേ? Bro, look up. He's one shot in the air. Damn. നോക്കി വെച്ചോണ്ണ, നോക്കി വെക്കാം. ഒരു കാര്യം പറയാം, ഇപ്പൊ ഈ കണ്ടംപട്ടി റൂട്ടറിലാണ് കേട്ടോ സ്ട്രീം ചെയ്യുന്നത് ഗൈസ്. പകലൊക്കെ സ്ട്രീം ഉണ്ട്. ഞാൻ നമ്മുടെ ഗ്രൈൻഡിങ് സ്ട്രീം ഒക്കെ കാണാൻ വേണ്ടി കണ്ണാപ്പിയുടെ റൂട്ടറിൽ വന്നാൽ മതി കേട്ടാ. എടാ നിങ്ങളൊരു കാര്യം, അവന്റെ ഇൻട്രോ വാൾപേപ്പർ ഇതൊക്കെ കണ്ട കണ്ണാപ്പി നോക്ക്. നിങ്ങൾ കണ്ണാപ്പിയുടെ ഇൻട്രോ കണ്ടിട്ടില്ല ഇതുവരെ? ഞാൻ കണ്ണാപ്പിയുടെ ഒരു ഇൻട്രോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് അവന്റെ ഒരു ഇൻട്രോ, ഒരു ദിവസം അവൻ ലൈവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവന്റെ ഇൻട്രോ ഒന്ന് കാണിച്ചു തരാം കേട്ടാ. ജർമ്മൻ കണ്ണാപ്പി നോക്കിക്കോ. അവന്റെ ഒരു ദിവസത്തെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ ഇൻട്രോ. ഇതൊരു 3 മിനിറ്റ് കേൾക്കേണ്ട വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഹലോ 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 അണ്ണൻ അണ്ണന്റെ
ചെവി പോയി. അവന്റെ ചെവി പോകണം അവന്റെ സെൻസർ ഊരി വെച്ചോട്ടെ. ഇത് ഉയ്യോ CCTV കുലുങ്ങി. എന്റെ ആളി ഇതൊക്കെ എന്ത് ട്യൂണിംഗ് ആണ് അതൊക്കെ. ഇതെങ്ങനെ വെളിയിലിറക്കും ഇതൊക്കെ? കൊല്ലത്തൊക്കെ ആണെങ്കിൽ കൊണ്ടുപോയാലേ ഇവിടെ. അതെ. സോ ഗൈസ് അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്രേ നോക്കുന്നുള്ളൂ ഇന്നത്തെ. ഞാൻ ഇന്ന് ശരിക്കും നിങ്ങളുടെ അടുത്ത്